പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ഇതുപോലെ ഓരോ പ്രാവശ്യവും പ്രശസ്തനായിട്ടുള്ള വചന പ്രഘോഷകരുടെ വചനം നമ്മൾ ധാരാളമായിട്ട് ശ്രമിച്ചിട്ടുള്ള ആളുകളാണ്. ഇന്നേ ദിവസം കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് 91 സങ്കീർത്തനത്തിലെ ഏതാനും വാക്യങ്ങളാണ്. നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മുടെ പേഴ്സണൽ പ്രയറിൻ്റെ ഭാഗമായിട്ടൊക്കെയും നമ്മളത് ചൊല്ലാറുണ്ട്. സുറിയാനിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രഭാത പ്രാർത്ഥനയിൽ ഒരു പ്രധാനപ്പെട്ട സങ്കീർത്തനമാണ് 91. അപ്പം അതിനെ ആസ്പദമാക്കി ചുരുക്കം ചില ചിന്തകൾ ഈ ഒരു മണിക്കൂർ സമയം കൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആ സങ്കീർത്തനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദീർഘമായിട്ട് ഒത്തിരി പ്രതിപാദിക്കേണ്ട ഒരു വചനമാണത്, അല്ലെങ്കിൽ ഒരു സങ്കീർത്തനമാണത്. അപ്പം നമുക്ക് അത്രയും വിശദാംശങ്ങളിലേക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് 5 കൽപ്പനകൾ അല്ലെങ്കിൽ 5 പ്രമാണങ്ങളാണ് ഈ ഒരു ഡെലിവറൻസിൻ്റെ ഈ ഒരു സങ്കീർത്തനത്തിൽ അന്തർലീനമായിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ വിടുതലിൻ്റെ സങ്കീർത്തനമാണ് 91. ഹല്ലേലൂയ. വിടുതൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അല്ലേ? നമുക്ക് കെട്ടുകളുണ്ടോ? എൻ്റെ കൈ സ്വതന്ത്രമാണ്. ആണോ? നിങ്ങൾക്ക് കെട്ടുകൾ വല്ലതും ഉണ്ടോ? ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നമ്മൾ അറിയാതെ കൊണ്ട് നടക്കുന്ന ഒത്തിരിയേറെ ബന്ധനങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ ബന്ധനങ്ങളാണ് നമ്മുടെ മുമ്പോട്ടുള്ള ഗമനത്തെ തടസ്സപ്പെടുത്തുക. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, വിവാഹ തടസ്സം അല്ലെങ്കിൽ ജോലി തടസ്സം. ഇനി ജോലി ഏറ്റെടുത്താലും ജോലി തുടരാൻ പറ്റുന്നില്ല. ഇപ്പം ഇങ്ങനെ ഒത്തിരി പരാതികൾ നമ്മൾ ദൈനംപ്രതം എന്ത് ചെയ്യുന്നോളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അറിയാത്ത ബന്ധനങ്ങൾ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഭവനം തന്നെയാണെങ്കിലും നമ്മൾ വർഷത്തിലൊരിക്കൽ വ്യാനിച്ചമാർ വന്ന് വെഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കരുതുന്നതാണ് എവറിത്തിങ് ഈസ് സേഫ്. എങ്കിലും ചിലപ്പോഴൊക്കെ ചില എക്സെപ്ഷണൽ അല്ലെങ്കിൽ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്, എല്ലാം ശരിയാണ്, പക്ഷേ എന്തൊക്കെയോ ഒരു അരുതാഴിക അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ശരിയല്ലേ? ശരിയാണോ? മറുപടി പറ, ശരിയാണോ? അതെ. അപ്പോൾ എല്ലാം ശരിയാണെങ്കിലും എല്ലാം ശരിയാവുന്നില്ല എന്നുള്ളൊരു അവസ്ഥ നമ്മുടെ ഭവനങ്ങളിൽ പലപ്പോഴുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നേ ദിവസം ധ്യാനത്തിൻ്റെ വിഷയമാക്കി നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, 5 പ്രമാണങ്ങൾ അല്ലെങ്കിൽ 5 രീതികളാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഒന്ന്, നീ നിൻ്റെ ദൈവമായ കർത്താവിലെ ആശ്രയിക്കുക എന്നുള്ള ഒരു ആശയമുണ്ട്. അപ്പോൾ അതൊരു കൽപ്പനയാണ്. എന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇപ്പോൾ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് പോകേണ്ടതിൻ്റെ ആവശ്യം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളമായിട്ട് ധ്യാനിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ചിന്ത മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത മുന്നിലേക്ക് പോവുകയാണ്. രണ്ടാമത്തത്, നീ എൻ്റെ അഭയമാണ് എന്ന് പറയുന്ന ആ ഒരു ചിന്തയിൽ കൂടെ നമ്മളൊന്ന് പതുക്കെ ഇന്ന് യാത്ര ചെയ്യാം. നീ എൻ്റെ അഭയമാണ്. ഇപ്പോൾ നമുക്ക് ഒത്തിരിയേറെ അഭയ സങ്കേതങ്ങളുണ്ട് അല്ലേ? പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ ജനം 12 ഗോത്രങ്ങൾ ഇങ്ങനെ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ പ്രതികാരം ആവശ്യപ്പെടുന്ന തിന്മകൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇസ്രായേൽ ഗോത്രങ്ങൾക്കെല്ലാം കർത്താവ് ഒരു പ്രത്യേക അവകാശം കൊടുത്തിരുന്നത്. എന്ന് വെച്ചാൽ ഇതാണ്, അഭയം പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഗോത്രത്തിൽ നിന്നും ഒളിച്ചോടി അപ്പുറത്തെ ഗോത്രത്തിൽ ചെന്ന് താമസിച്ചു കഴിഞ്ഞാൽ അവനെ ഒരുപക്ഷെ കൊല്ലേണ്ട ശിക്ഷയാണെങ്കിൽ പോലും അവന് മരണശിക്ഷ കിട്ടുമായിരുന്നില്ല. ഇതിനാണ് അഭയ പട്ടണങ്ങൾ എന്നൊക്കെ പറയും. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ അഭയ സങ്കേതമാണ്. അപ്പോൾ ഈ അഭയ സങ്കേതത്തിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നമുക്ക് മരണശിക്ഷയ്ക്ക് അർഹതയുണ്ടെങ്കിലും നമ്മൾ മരണശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കുക, കർത്താവ് എത്രയോ വലിയൊരു ഭാഗ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ അഭയ സങ്കേതത്തിൽ നമ്മൾ 3 മേഖലകളാണ് കാണുന്നത്. ഒന്ന്, കർത്താവാണ് എൻ്റെ ആശ്രയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർത്താവിലാണ് ആശ്രയിക്കുന്നത്. ഇപ്പം നമുക്കൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഒരു ശിശു തൻ്റെ ജനിക്കുന്ന അവസ്ഥ മുതൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആരെയാണ്? പറഞ്ഞു അമ്മമാർ അഭിമാനത്തോടെ പറ ഹല്ലേലൂയ. മനസ്സിലായല്ലോ? ഒരു ശിശുവിൻ്റെ ജനനം മുതൽ
ആ കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന വ്യക്തി അമ്മയാണ്. അപ്പോൾ ഈ അമ്മയുമായിട്ടുണ്ടാകുന്ന ഒരു വൈകാരികമായ അടുപ്പം തീർച്ചയായിട്ടും അത് മരണം വരെ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിലുണ്ടാവും. അപ്പോൾ ഞാനൊരു കൗൺസിലർ, ഇച്ചിരി സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, അമ്മയുടെ സ്നേഹം, പരിചരണം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒത്തിരി ഒത്തിരി അസ്വസ്ഥതകൾ നമ്മുടെയൊക്കെ മക്കളുടെ, കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം യാദൃശ്ചികമായിട്ട് പരിചയപ്പെട്ട ഒരു ഓസ്ട്രേലിയൻ ഫാമിലിയാണ്. അപ്പോൾ അവിടെ ആ കുഞ്ഞിൻ്റെ ഒരു പ്രത്യേകത ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിന് കുഞ്ഞിൻ്റെ ഫസ്റ്റ് കമ്മ്യൂണിയനൊക്കെ കഴിഞ്ഞു. പക്ഷേ ഈ കുഞ്ഞിന് അമിതമായ ഭയമാണ്. അപ്പോൾ അപ്പൻ അമ്മ ഇട്ടേച്ച് പോകുമോ എന്നൊക്കെ പറഞ്ഞുള്ളൊരു ചിന്തയാണ് ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഈ കൊച്ചിന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് അല്ലെങ്കിൽ വാക്യങ്ങളാണ് എപ്പോഴും ആവർത്തിച്ച് പറയുക. മമ്മി എന്നെ ഇട്ടേച്ച് പോകുക, പപ്പ എന്നെ ഇട്ടേച്ച് പോകുക, എപ്പോഴുള്ളൊരു ചോദ്യമാണ്. രണ്ടാമത്തെ ഒരു ചോദ്യം ഇതാണ്, എന്തെങ്കിലും ചെയ്യുവാനോ പറയുവാനോ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കൊച്ചോണ്ണെ പറയുന്നതാണ്, ഐ എം ഷൈ. എന്താണ്? എനിക്ക് നാണമാണ്. അപ്പോൾ ഈ നാണമാണ് എന്ന് പറയുമ്പോൾ പിന്നീട് നമുക്ക് ആ കൊച്ചിനെ പ്രസ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും നിർബന്ധിക്കാൻ പറ്റുമോ? മറുപടി പറയാൻ മനുഷ്യരെ പറ്റില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ കൊച്ചിൻ്റെ ഈ 2-3 സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബന്ധനാവസ്ഥയുടെ വ്യക്തമായ തെളിവുകളാണ്. അപ്പം അതിന് പല കാരണങ്ങളുണ്ടാവാം. അതിലെ ഒരു മനഃശാസ്ത്രപരമായ കാരണമാണ് ഞാനൊന്ന് ആദ്യമായിട്ടൊന്ന് പറയുന്നത്. അതായത് കുഞ്ഞുങ്ങളുടെ അമ്മ അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ അമ്മ ഗർഭം ധരിച്ചിരുന്ന അവസ്ഥയിൽ, അപ്പോൾ ഈ സഹോദരിക്ക് ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾ, ഭർത്താവിൽ നിന്നുമുണ്ടാകുന്ന തിക്തമായ അനുഭവങ്ങൾ, ഇതെല്ലാം ഈ വ്യക്തിയുടെ മനസ്സിൽ തങ്ങിക്കിടക്കും. ആണല്ലോ? ആണോ? അതെ. അപ്പോൾ ഇതെല്ലാം ഈ വ്യക്തിയുടെ മനസ്സിൽ തങ്ങിക്കിടക്കും. പക്ഷെ നിങ്ങൾ കരുതരുത് ഇത് നിങ്ങളുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് അങ്ങ് തീരുമെന്ന് കരുതരുത്. അപ്പോൾ അതിൻ്റെ അകത്ത് വ്യക്തമായ മനഃശാസ്ത്ര പഠനങ്ങൾ, ധാരാളമായ റിസർച്ചുകൾ ആ മേഖലയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ മനോവികാരങ്ങൾ, മനോവ്യാപാരങ്ങൾ ശിശുക്കളെ സാരമായിട്ട് ബാധിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മദ്യപനായ ഒരു ഭർത്താവ് കുടുംബത്തിലുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ തീർച്ചയായിട്ടും ഈ അമ്മയിലൂടെ ഈ കുഞ്ഞിലേക്ക് പകരപ്പെടാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് തിരിച്ചറിയും. ഒരു പക്ഷേ അമിതമായി ദേഷ്യപ്പെടുന്ന ഒരു ഭർത്താവ് അയാളുടെ ആ ദേഷ്യം ഗർഭകാലഘട്ടത്തിലുമൊക്കെ ഭാര്യയോട് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനന്തരഫലങ്ങൾ തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കി, നമ്മുടെയൊക്കെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ എത്രമാത്രം വൈവിധ്യമാർ നമുക്ക് തന്നെ അറിയാം. അതിലൂടെ നമ്മുടെ പുതിയ തലമുറയിലേക്ക് ഈ ഒരു അമിതമായ ഭയം, ഫോബിയ എന്നൊക്കെ അതിന് പറയും, അത് ഇച്ചിരി അങ്ങ് വികസിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയുടെ പേരാണ് ഫോബിയ. അപ്പോൾ ഈ ഫോബിയക്കാകുന്ന കുട്ടികളുടെ എണ്ണം, യുവജനങ്ങളുടെ എണ്ണം ഇന്ന് കൂടിക്കൂടി വരികയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞാനത് വചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ ഈ ഡിപ്പെൻഡൻസി, അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഈ ഒരു അനുഭവം, ഈ ഒരു അവസ്ഥ നമ്മുടെ കുടുംബങ്ങളിൽ കുറഞ്ഞ് വരുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മതാധ്യാപന മേഖലയിലൊക്കെ നമ്മൾ വിശ്വാസം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളിൽ ഈ ഒരു ദൈവാശ്രയ ബോധം കൊടുക്കുന്നതിൽ മാതാപിതാക്കൾ പരാജയപ്പെടുന്നു. നമ്മളൊന്ന് കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ കാണുന്ന പ്രശ്നങ്ങളുടെ പിന്നാമ്പുറം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അപ്പോൾ ആത്മവിശ്വാസമില്ലാത്തൊരു തലമുറ, ഇത് ഇന്നത്തെ ഒരു വലിയ സീരിയസ് ഇഷ്യൂ ആണ്. അപ്പോൾ പലപ്പോഴും പേരൻസ് ഫോൺ നമ്പർ എടുത്തിട്ട് വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, ചെറുക്കൻ നല്ല ഹൈലി ക്വാളിഫൈഡാണ്, നല്ല മിടുക്കനാണ്, നന്നായിട്ട് എൻജിനീയറിങ് കഴിഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും പഠനം കഴിഞ്ഞു, പക്ഷെ അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ 1 മാസത്തിൽ കൂടുതൽ എങ്ങും നിൽക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ് വെച്ചാൽ 1 മാസത്തിനുള്ളിൽ തന്നെ അറിയാതെ ഈ പറഞ്ഞ അവരെ നിയന്ത്രിക്കുന്ന ആളുകളോട് ഒക്കെ വഴക്കുണ്ടാകുന്നു, അല്ലെങ്കിൽ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് വഴക്കുണ്ടാകുന്നു. ചുരുക്കം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ വരാത്ത സാഹചര്യം എങ്ങനെയൊക്കെയോ ഉണ്ടാകുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഈ രീതിയിൽ കഷ്ടപ്പെടുന്ന ഒത്തിരി യുവാക്കന്മാർ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ കണ്ടുമുട്ടാറുണ്ട്. അവർക്ക് അതിനുള്ള ഗൈഡൻസും ഹെൽപ്പും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർ നല്ല സമർത്ഥരായിട്ട് അവർ ശുശ്രൂഷ ജോലി മേഖലയിൽ അവർ മുമ്പോട്ട് പോകുന്നതും കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു ബന്ധനാവസ്ഥയാണ്, അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ആത്മീയമായ ബന്ധനമാണ്. അതിൻ്റെ റൂട്ട് കിടക്കുന്നത് ഗർഭസ്ഥ കാലഘട്ടത്തിലാണ്.
അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഒത്തിരിയേറെ ഈ മാനസിക പിരിമുറുക്കവും സമ്മർദ്ദവും അനുഭവിക്കുന്ന ആളുകളായി മാറുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ ഗർഭകാലഘട്ടത്തിൽ അമ്മമാർ കടന്നുപോയ ട്രോമ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിൻ്റെ സാഹചര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് നമ്മൾ ഈ 91 സങ്കീർത്തനം തന്നെ നമ്മുടെ ധ്യാന വിഷയമായിട്ട് എടുത്തത്. അപ്പോൾ നമ്മളൊരിക്കലും ഒരു ശിശുവിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ആ ശിശു ജനിക്കുന്ന നിമിഷം മുതൽ ആ കൊച്ചിനെ വളർച്ച ആരംഭിക്കുന്നു. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ആ 10 മാസക്കാലം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷമൊക്കെ കളിയാടേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ആത്മവിശ്വാസമുള്ള, ആത്മസ്ഥൈര്യമുള്ള, ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെ നേരിടാൻ തക്ക കെൽപ്പുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരും. അപ്പോൾ ഇത് ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ഇതാണ് എന്നൊന്ന് തിരിച്ചറിയാം. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും കർത്താവിന് മാത്രമേ സൗഖ്യം തരാൻ പറ്റൂ. പിന്നെ നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ പരിചരിക്കുമ്പോൾ, പരിപാലിക്കുമ്പോൾ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാതാപിതാക്കൾ നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു, 1, 2 കുഞ്ഞുങ്ങളൊക്കെയാണ് വീടുകളിലുള്ളത്. അപ്പം അതുകൊണ്ട് ഇവർക്ക് ഒരു അമിതമായ ശ്രദ്ധയും കരുതലും മാതാപിതാക്കൾ കൊടുക്കുന്നു. ശരിയാണോ തെറ്റാണോ? എന്തു തോന്നുന്നു? അധികമായ അമൃതും വിഷമാണ്, അല്ലേ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തിരിച്ചറിയാം. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കെയർ, അപ്പോൾ അതായത് മനുഷ്യൻ്റെ വളർച്ചയെക്കുറിച്ച് സാമൂഹ്യ ചിന്തകന്മാർ പറയുന്നൊരു കാര്യം ഇതാണ്. അതായത് നമ്മൾ ആശ്രയത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള വളർച്ചയാണ് മനുഷ്യൻ്റെ വളർച്ച, വികാസം. അങ്ങനെ വരുമ്പോൾ നമ്മൾ മാതാപിതാക്കളെ ആശ്രയിക്കണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൽ നിന്നും ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ അമിതമായ ആശ്രയത്വം കൊണ്ട് ഇന്ന് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ പറ്റാത്ത യുവാക്കളെ ധാരാളമായിട്ട് കാണുന്നു. സ്വന്തമായ നിലപാടുകളില്ല. ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ കാണുന്ന പ്രശ്നങ്ങളാണ്. സ്വന്തമായ നിലപാടുകളില്ല, അല്ല കൂട്ടുകാർ പറയുന്നത് കേട്ട് അതിൻ്റെ പുറകെ അങ്ങ് പോവുക. അങ്ങനെ ആവശ്യമില്ലാത്ത കുടുക്കിലൊക്കെ ചെന്ന് ചാടുന്ന ധാരാളം കുഞ്ഞുങ്ങളെ നമ്മളിന്ന് കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഭവങ്ങൾ എങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു മണിക്കൂർ സമയത്തുള്ള നമ്മൾ അനുഭവങ്ങളിലേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വിഷയം നമുക്ക് കവർ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഞാനതങ്ങ് ഒഴിവാക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഇതാണ്. കർത്താവ് നമുക്ക് കോട്ടയാണ്. മനസ്സിലായല്ലോ? കോട്ടയായിരിക്കും. കോട്ടയെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പണ്ടത്തെ രാജ്യങ്ങൾക്കൊക്കെ ചുറ്റും കോട്ട പണിയുന്ന ആ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈശോയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കോട്ട. ഈ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. ഹല്ലേലൂയ. അപ്പോൾ ഈശോയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കോട്ട കെട്ടി എനിക്ക് സംരക്ഷണം തരുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് നല്ല വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം. ഈശോ വലിയൊരു കോട്ട നമുക്ക് ചുറ്റും പണിതിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? എന്തായിരിക്കാം? തിരുരക്തത്തിൻ്റെ കോട്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ജീവിതത്തിൽ സാത്താന് കടന്നു വരാൻ പറ്റാത്ത ഏക മേഖല എന്ന് പറയുന്നത് തിരുരക്തത്തിൻ്റെ കോട്ടയാണ്. അപ്പോൾ ഈ തിരുരക്തം കൊണ്ട് ഈശോ നമുക്ക് ചുറ്റും കോട്ട കെട്ടിയിട്ടുണ്ട്. നമ്മുടെ ഭവനത്തിന് ചുറ്റും കോട്ട കെട്ടിയിട്ടുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിന് ചുറ്റും കോട്ട കെട്ടിയിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ജീവിതത്തിൽ ഈ തിന്മകൾ എത്രമാത്രം ശക്തമാണെങ്കിലും അവയ്ക്ക് നമ്മളെ തൊടാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. ഉറക്കെ പറഞ്ഞേ, പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ ഒരു ബോധ്യമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈശോ കാൽവരി മലയിൽ ചിന്തിയ രക്തം കൊണ്ട് നമുക്ക് ചുറ്റും ഈ ലോകത്തിന് മുഴുവൻ വേണ്ടി അവിടുന്ന് തൻ്റെ രക്തം ചിന്തി ഈ ലോകത്തെ മുഴുവൻ വിലയ്ക്ക് വാങ്ങി. മനസ്സിലായല്ലോ? നമ്മളെ മുഴുവൻ വിലയ്ക്ക് വാങ്ങി, ഈ ലോകത്തെ മുഴുവൻ. അപ്പോൾ അവരെ ഹിന്ദുക്കളാകാം, മറ്റ് മതസ്ഥരാകാം, അവർക്ക് വേണ്ടിയൊക്കെയാണ് ഈശോ കാൽവരിയിൽ ജീവാർപ്പണം ചെയ്തത്. അപ്പോൾ ഈ കാൽവരിയിൽ ഒഴിച്ച ആ രക്തം ഇന്നും നമ്മളെ സംരക്ഷിക്കുവാൻ വേണ്ടി പര്യാപ്തമാണ്. പക്ഷേ ആ തിരുരക്ത കോട്ടയ്ക്കുള്ളിലേക്ക് നമ്മൾ കടക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ തിരുരക്ത കോട്ടയ്ക്ക് ഉള്ളിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് മാമോദീസ സ്വീകരിക്കണം. അപ്പോൾ മാമോദീസ സ്വീകരിച്ചാണ് നമ്മൾ ഈ തിരുരക്ത കോട്ടയുടെ സംരക്ഷണം നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമുക്ക് മാമോദീസ എന്ന കൂദാശയിലൂടെ സഭയുടെ അംഗമായി ഈ തിരുരക്ത കോട്ടയുടെ സംരക്ഷണം സ്വന്തമാക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച നമ്മളെല്ലാവരും ശക്തമായിട്ട് കർത്താവിനൊരു നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് സഭയിലൂടെ കർത്താവ് അവിടെ സംജാതമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സഭയുമായിട്ടുള്ള ഗാഢമായ ബന്ധത്തിലൂടെയാണ് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടത്. ഇത് അതിൻ്റെ അടുത്ത ഭാഗമാണ്.
കർത്താവ് അത് സഭയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, ലോകത്തിന് മുഴുവൻ വേണ്ടി കർത്താവ് നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സ്വന്തമാക്കുവാൻ നമ്മുടെ ഭാഗത്തുനിന്ന് പരിശ്രമം ഉണ്ടാകണം. കൂദാശകളിലൂടെ അല്ലെങ്കിൽ കൂദാശാനുകരണങ്ങളിലൂടെ തിരുസഭയിലെ കർത്താവ് ഇത് ഓരോ ദിവസവും അനുനിമിഷം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സംരക്ഷണം നമ്മൾ സ്വായത്തമാക്കാത്തിടത്തോളം കാലം ഈ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടുമോ? നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഇസ്രായേലിന് ആഭിചാരം ഏൽക്കുകയില്ല, അല്ലേ? യൂദായ്ക്ക് ക്ഷുദ്രവിദ്യ ഫലിക്കില്ല. ഇപ്പം നമ്മളെപ്പോഴും പറയുന്നൊരു വചനമാണ് സംഖ്യ 23:23. അപ്പം അതുകൊണ്ട് ആരെങ്കിലും ആഭിചാരക്രിയ ചെയ്താൽ നിങ്ങൾ കേൾക്കുമോ? മറുപടി പറയണം, ഏക്കുമോ? ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഉറപ്പില്ലാത്ത പോലെ ഏക്കുമോ? ഏക്കില്ല. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ആരെല്ലാം എന്തെല്ലാം ചെയ്താലും നമുക്കിട്ട് ഏക്കാതെ നമ്മൾ സുരക്ഷിതരായിട്ടാണോ ജീവിക്കുന്നത്? ആണോ? അപ്പം അതിനൊരു വചനമുണ്ട്, 21-ാം വചനം എങ്ങനെയാണ്? ഇസ്രായേലിൽ തിന്മ ദർശിച്ചില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തിന്മയൊന്നും ഇല്ലല്ലോ, അല്ലേ? ഉണ്ടോ? തിന്മയുടെ മൊത്തക്കച്ചവടക്കാരായിട്ടാണ് നമ്മൾ നടക്കുന്നത്, അല്ലേ? അപ്പോൾ തിന്മയുണ്ടെങ്കിൽ അവിടെ കർത്താവിൻ്റെ ഈ പറഞ്ഞ സംരക്ഷണം നമുക്ക് കിട്ടുമോ? ഉറക്ക മറുപടി പറയുക, കിട്ടുമോ? കിട്ടില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പം എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു? അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനുള്ളിൽ തന്നെ അസ്വസ്ഥത എന്തുകൊണ്ട് പെരുകുന്നു? മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ എന്തുകൊണ്ട് ഉലച്ചിൽ തട്ടുന്നു? കാരണം സാത്താൻ ഇവിടെയെല്ലാം കെണി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കെണികളിലെല്ലാം പെട്ട നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ പൈശാചിക പീഡകൾക്ക് വിധേയമാകുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഇതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്, തിരുരക്തത്തിൻ്റെ കോട്ടയുണ്ട്, പക്ഷേ ആ കോട്ടയുടെ അഭിഷേകം നമ്മൾ കടക്കണമെങ്കിൽ കൂദാശകളിൽ കടന്നു വരണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഇടപെടലുകളിൽ ഒക്കെയും ഈ ബന്ധങ്ങളുടെ മേഖലയിൽ അശുദ്ധി കടന്നു വരുന്ന ധാരാളം സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സാധ്യതകളെ ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് ജീവിക്കുവാൻ. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതാണ് അഭയനഗരങ്ങൾ. അപ്പോൾ ഈ അഭയനഗരം എന്നുള്ള ആ ചിന്തയിലേക്ക് നമ്മൾ ഒന്നുകൊണ്ടൊന്ന് കടന്നു വരികയാണ്. സഭയ്ക്കുള്ളിൽ ഈ അഭയ സങ്കേതങ്ങൾ നമുക്കുണ്ടോ? സഭയ്ക്കുള്ളിൽ ഈ അഭയ സങ്കേതങ്ങൾ നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഉണ്ടോ? നിങ്ങൾ തല പൊങ്ങഞ്ഞ് ആലോചിക്കുകയാണ്. കണ്ടമാനം തല പൊങ്ങഞ്ഞാൽ എൻ്റെ തല പോലെയായി പോകും, മുടിയൊന്നും കാണുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഇതാണ്. നമുക്കിതുപോലെ നമ്മൾ എത്ര വലിയ പാപം ചെയ്താലും, മനസ്സിലായല്ലോ, എത്ര കഠോരമായ പാപം ചെയ്താലും നമുക്കൊരു അഭയസങ്കേതമുണ്ട്. അതാണ് നമ്മുടെ പള്ളിയിലിരിക്കുന്ന കുമ്പസാരക്കൂട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ എത്ര കഠിനമായ പാപം ചെയ്താലും നമ്മളോട് ക്ഷമിക്കാനും പൊറുക്കുവാനും നമ്മുടെ സ്വരം കേൾക്കുവാനും വേണ്ടി കാത്തിരിക്കുന്ന ഒരു കർത്താവ് കുമ്പസാരക്കൂടുകളിലുണ്ട്. അവിടെ ഇരിക്കുന്ന പുരോഹിതൻ ആരുമായിക്കൊള്ളട്ടെ, ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി ആ ശുശ്രൂഷ നിർവഹിക്കുന്ന ആരാണ്? ഈശോ തമ്പുരാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹരമയത്തി ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതിൽ പരം ഭാഗ്യം നമുക്ക് എന്ത് കിട്ടാനാണ്? ചിന്തിച്ചു നോക്ക്. ഇതിൽ പരം ഭാഗ്യം നമുക്ക് എന്ത് കിട്ടാനാണ്? അപ്പം എന്ത് കരുതി പാപം ചെയ്യാനുള്ള ലൈസൻസായിട്ട് കുമ്പസാരത്തെ കാണരുത് കേട്ടോ, അത് മറുവശമാണ്. അപ്പോൾ നമ്മൾ ഈ പാപമംഗലമായ ജീവിതത്തിൽ എത്രമാത്രം കഠിനമായ പാപം അല്ലെങ്കിൽ നമ്മൾ ചെയ്താലും അതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ കുമ്പസാരക്കൂട്, ഈ അനുരഞ്ജന കൂദാശയുടെ ഈ ഒരു സംവിധാന സഭയ്ക്കുള്ളിൽ കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ അത് എന്തുമാത്രം പ്രാവശ്യം നമ്മൾ അടുക്കലടുക്കൽ സ്വീകരിക്കാൻ പറ്റുമോ ആ കൂദാശ സ്വീകരിച്ചുകൊണ്ട് പാപരഹിതരായിട്ട് ജീവിക്കുക. അപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് പുത്തമ്പറമ്പെ തൊമ്മച്ചൻ, അടുത്തുവാക്കാരനാണ്, ഞാൻ ആ സ്വദേശിയാണ്. അപ്പോൾ അടുത്തുവ അദ്ദേഹം ഒരു അൽമായ വിശുദ്ധനാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ദൈവദാസൻ പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ നവംബർ 1-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ തിരുനാൾ. നിങ്ങളുടെ അവിടെ വന്നിട്ടുണ്ടാകും. കുമ്പസാരത്തിന് പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കുകയും സാധിക്കുന്നിടത്തോളം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ കുമ്പസാരം എന്ന് പറയുന്നത് തൻ്റെ ജീവിതം വിശുദ്ധിയിലാണെങ്കിൽ പോലും കുറവുകൾ, പോരായ്മകൾ നമുക്കൊക്കെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്കറിയാം, അനുദിനം കുമ്പസാരിച്ചൊരു വിശുദ്ധരുണ്ട്, സഭാചരിത്രത്തിൽ കാണുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ കുമ്പസാരം എന്നുള്ള കൂദാശയിലൂടെ എത്രമാത്രം വിശുദ്ധീകരണം സംഭവിക്കണം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് കർത്താവ് തന്നൊരു അനുഭവമാണ്. എനിക്ക് കുമ്പസാരിപ്പിക്കുന്നത് വളരെ ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും റെക്കോർഡ് ടൈം എന്ന് പറയുന്നത് 10 മണിക്കൂർ ഒറ്റയിരിപ്പിൽ കുമ്പസാരിപ്പിച്ച ഒരു അനുഭവം ഉണ്ട്. അപ്പോൾ അതൊക്കെ കർത്താവ് തരുന്നൊരു പ്രത്യേക കൃപയാണ്.
അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഇതാണ്. ചിലപ്പോൾ കുമ്പസാരത്തൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങും തൊടാതെ ഇങ്ങനെ 2-3 പാപം അടിച്ചിട്ടുണ്ട്, ഇടിച്ചിട്ടുണ്ട്, പിച്ചിയിട്ടുണ്ട്, മാന്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്ഥിരം കുമ്പസാര പല്ലവിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ കർത്താവ് എന്നോട് പറയും, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നിപ്പിക്കും. അപ്പോൾ ഞാൻ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ പിന്നീട് നമുക്കറിയാം വലിയൊരു നെല്ലിക്കാക്കൊട്ട കമത്തിയതുപോലെയാണ് പിന്നെ ഇങ്ങോട്ട് പോരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തെ എത്രമാത്രം വ്യക്തിപരമായിട്ട് കാണുന്നു എന്നുള്ളൊരു വ്യക്തമായ അനുഭവമാണ് കുമ്പസാര കൂടുകളിൽ നമുക്കുണ്ടാവേണ്ടത്. അപ്പം നമ്മുടെ ഉള്ളു തുറന്ന് അവിടുത്തെ വികാരിച്ചനാണോ അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിലെ അച്ഛനാണോ ആരുമായിക്കൊള്ളട്ടെ, അവിടെ നിങ്ങളെ കേൾക്കുവാനിരിക്കുന്നത് മിശിഹാ തമ്പുരാനാണ്. അപ്പോൾ ആ തമ്പുരാൻ്റെ അടുത്ത് നമ്മുടെ പാപം ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനും നമുക്ക് ആവശ്യമായിട്ട് ഉപദേശങ്ങളൊക്കെ തരുവാൻ വേണ്ടി കർത്താവ് തീർച്ചയായിട്ടും പരിശ്രമിക്കും. അപ്പോൾ കർത്താവിൻ്റെ സ്വരം കേട്ടിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വ്യാജം. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിൻ്റെ സ്വരം കേട്ടിട്ടില്ലേ? ഉണ്ട്. ഓരോ കുമ്പസാരത്തിലും ദൈവത്തിൻ്റെ ശബ്ദമാണ് ആ വൈദികനോട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കി, കർത്താവ് എത്രയോ വലിയ സംവിധാനമാണ് നമുക്കായിട്ട് ഒരുക്കിയിരിക്കുക. അപ്പോൾ കുമ്പസാരക്കൂട്. ഇനി രണ്ടാമത്തെ ഒരു അഭയ സങ്കേതം എന്ന് പറയുന്നത് നമ്മുടെ അനുദിന ബലിയർപ്പണമാണ്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ഒട്ടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ എല്ലാ ദിവസവും കുർബാനയിൽ പോകുന്ന ആളുകളാണ്. ശരിയല്ലേ? ഒന്ന് കരമുയർത്തി. എല്ലാ ദിവസവും കുർബാനയിൽ പോകാൻ പറ്റുന്നത് വലിയൊരു കൃപയാണ്, അഭിഷേകമാണ്. ഹല്ലേലൂയ. ഇത് വലിയൊരു സംരക്ഷണമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഡെലിവറി ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും കുടുംബങ്ങൾ കൊടുക്കുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത് അനുദിന ബലിയർപ്പണമാണ്. ഈ അടുത്ത നാളുകളിൽ കഴിഞ്ഞ നവംബറിനല്ല ഒക്ടോബറിൽ ഷാർജയിലെ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഡെലിവറി ശുശ്രൂഷയിൽ ഭാഗഭാക്കാകാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ ഒരു ടീമിലെ ബ്രദറിനെ ഞാൻ അവിടെ അയച്ചിരുന്നു. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു, ഡെലിവറൻസ് കൊടുത്തു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയെ കർത്താവ് ഈ 4 ദിവസത്തെ ഡെലിവറി ശുശ്രൂഷയിലൂടെ മോചിപ്പിച്ചു. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു ഓർഡർ പോലും കിട്ടാതെ അങ്ങനെ പൂട്ടലിനെ വക്കി കിടന്നിരുന്ന, ശമ്പളം പോലും കൊടുക്കാൻ പറ്റാതെ പോയിരുന്ന ആ കമ്പനിയുടെ പുറകെ ഇന്ന് ഓർഡറുകളുമായിട്ട് കർത്താവ് ദൂതന്മാരെ അയക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഈ തകർച്ചകൾ കൂടുതലായി കടന്നു വരുന്നു? അല്ലെങ്കിൽ ഈ തകർച്ചകൾ എന്തുകൊണ്ട് എന്നെ വേട്ടയാടുന്നു? ഒരിക്കലും മുന്നോട്ട് പോകാനാവാത്ത വിധത്തിൽ എൻ്റെ വഴി നിശ്ചലമായ രീതിയിലേക്ക് എത്തിച്ചേരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. അപ്പോൾ അവിടെ ഈ കർത്താവ് കൃത്യമായിട്ട് ആ ദിവസങ്ങളിൽ സംഭവിച്ച ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ മീഡിയ മിനിസ്ട്രിയിൽ ഞങ്ങളെ സഹായിച്ചുകൊണ്ടൊരു പയ്യനായിരുന്നു. അവിടെ ജോലി കിട്ടി അവനവിടെ ചെന്നതാണ്. അങ്ങനെയാണ് അവനെ എന്നെക്കുറിച്ച് പറഞ്ഞത്. ഞങ്ങളവിടെ ആ ശുശ്രൂഷയിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പോൾ അവൻ ഞാനവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനിവിടെയാണ്, അദ്ദേഹം കൂടെ പോയ ബ്രദർ അവിടെ ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ പോയി കുർബാനയിൽ സംബന്ധിക്കാൻ പറഞ്ഞു. മനസ്സിലായല്ലോ? അപ്പോൾ അവരുടെ കുടുംബത്തിൽ, അവരുടെ കമ്പനിയിൽ ഡെലിവറൻസ് നടക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പോയി സംബന്ധിക്കണം. അതുകൂടാതെ കഴിഞ്ഞ ഒരു മാസമായി അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു, നോമ്പ് നോക്കുകയായിരുന്നു. അതിനുശേഷമാണ് ആ ശുശ്രൂഷ അവിടെ പരികർമ്മം ചെയ്തത്. അപ്പോൾ ഈ 4 ദിവസത്തെ ഡെലിവറി ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ട് ഒരു വർഷമായിട്ട് ആരും തിരിഞ്ഞു നോക്കാതിരുന്ന കമ്പനിയിലേക്ക് ഇന്ന് വലിയ വലിയ ഓർഡറുകളുമായിട്ട് കമ്പനികൾ വരാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അനുദിന വിശുദ്ധ കുർബാന അർപ്പണം, അനുദിന സന്ധ്യാപ്രാർത്ഥന, ഈ 2 കാര്യങ്ങളാണ് ഞാൻ നിഷ്ഠയായി ചെയ്യണമെന്ന് ആ കുടുംബനാഥനോട് ആവശ്യപ്പെട്ടത്. ഇന്ന് അവരുടെ കുടുംബജീവിതത്തിലെ ഒത്തിരി അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. വെച്ചാൽ കർത്താവിനോട് അടുത്താൽ ഇത്രയും സുഖമുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് അടുത്ത് കഴിഞ്ഞാൽ ഇത്രയും സുഖമാണ്, സുരക്ഷിതമാണ് എന്നറിഞ്ഞത് ഇപ്പോഴാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ഇത്രമാത്രം കർത്താവിനോട് അടുക്കാൻ എത്ര പേര് ശ്രമിക്കുന്നുണ്ട്? ശരിയാണ്, നമ്മളൊക്കെ ധ്യാനങ്ങളെല്ലാം കൂടുന്നുണ്ട്, വചനപ്രഘോഷങ്ങൾ ധാരാളമായി കേൾക്കുന്നുണ്ട്, ഒക്കെ ചെയ്യാണ്. പക്ഷേ ഈശോയുമായിട്ടൊരു ഇൻറ്റിമസി എന്ന് പറയുന്നത്, ആ ഒരു തലം നമുക്ക് പലപ്പോഴും ഇന്നും പ്രാപ്യമായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ. ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞാൽ മിക്കവാറും പുറത്ത് അലിഞ്ഞു കിടക്കുന്ന പിശാചുകളോട് നിങ്ങളെ വന്ന് കെട്ടിപ്പിടിക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അതങ്ങനെ തന്നെ പറയണം, എങ്കിലേ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിടുതൽ നൽകാൻ പറ്റുകയുള്ളൂ. പ്രിയമുള്ള സൗരീ സഹോദരന്മാരെ, നമ്മൾ ചിന്തിച്ചത് ഒന്ന് കുമ്പസാരം, രണ്ടാമത് അനുദിന ബലിയർപ്പണം. പണ്ടൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച മാത്രമേ കുർബാന ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് അനുദിനം അടുത്തുള്ള പള്ളികളിലെല്ലാം കുർബാന നമുക്ക് ലഭ്യമാണ്. നമ്മൾ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയിൽ പോയി സംബന്ധിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കെട്ടുകൾ അഴിയുന്ന അനുഭവങ്ങൾ കർത്താവ് തരും. അപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ തകർച്ച ഉണ്ടായിരിക്കാം, കടബാധ്യത നമ്മൾ വരുത്തി വെച്ചതാകാം, പക്ഷേ എങ്കിൽ പോലും കർത്താവിന് ഇടപെട്ടത് പരിഹരിക്കാൻ പറ്റും. ഞാൻ ഓർക്കുന്ന എറണാകുളത്തൊരു വലിയ ബിസിനസ്സുകാരനാണ്. 2-3 ബെൻസ് കാറുകളാണ് ഞങ്ങളെ വീട്ടിൽ ചെന്നപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു, ഈ പുള്ളി എന്തൊരു കപ്പാസിറ്റിയുള്ള മനുഷ്യനാണ്. കാര്യം ശരിയാണ്, ഉണ്ടായിരുന്ന ആളാണ്, കോടാനുകോടി രൂപയുടെ സ്വത്തുള്ള ആളാണ്. പക്ഷേ ഇന്ന് ആ വണ്ടികളിൽ പെട്രോളോ ഡീസലോ ഒഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആ മനുഷ്യൻ നിൽക്കുന്നത്. മനസ്സിലാകുന്നില്ല, കോടാനുകോടി രൂപയുടെ സ്വത്തുണ്ടായിരുന്ന ആളാണ്. പക്ഷെ അതെല്ലാം ഇന്ന് കേസുകളും കാറുകളൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാം നശിച്ചു പോയ അവസ്ഥയിലാണ്. ഞങ്ങളവിടെ പോയി ഡെലിവറൻസ് ചെയ്തു. അതിനുശേഷം പിന്നീട് ഞങ്ങൾ കുറച്ച് പ്രാർത്ഥനകളൊക്കെ പറഞ്ഞിരുന്നു. കൃത്യമായിട്ട് വളരെ ജെനുവിനായിട്ടുള്ളൊരു, നമ്മുടെ കത്തോലിക്കനല്ല എങ്കിൽ പോലും വളരെ ജെനുവിനായിട്ട് വിശ്വാസം ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പം അതിനുശേഷം പിന്നീട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതാണ്, ഞങ്ങൾ 3 പ്രാവശ്യമാണ് ഡെലിവറൻസ് ചെയ്യേണ്ടിയിരുന്നത്. 3 പ്രാവശ്യം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 45 ലക്ഷം രൂപയുടെ ഒരു വർക്ക് ഞങ്ങൾ 1 കോടിയുടെ വർക്കായിരുന്നു. അതിനോട് 45 ലക്ഷം രൂപ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഞങ്ങൾ തന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളത് ഏതാണ്ട് എഴുതി തള്ളിയതായിരുന്നു. അപ്പോൾ ഈ അടുത്ത നാളുകളിൽ ഇദ്ദേഹത്തിന് കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നു, ബാങ്കിൽ നിന്ന് പ്രശ്നങ്ങൾ വന്നു. ഈ സമയത്ത് ഈ 45 ലക്ഷം രൂപ കൊടുക്കാനുള്ള അയാൾ മുങ്ങി നടക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, ദൈവം ഇടപെടുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 45 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്ന അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു. പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. വിളിച്ചു ചോദിച്ചു. ആ വ്യക്തിയോട് പറഞ്ഞിട്ട് പറയുന്നതാണ്, താങ്കളുടെ പൈസ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എന്നെ ഇന്ന് ബ്ലോക്കായി പോയതാണ്. അപ്പോൾ അതിപ്പോൾ തരണമെന്ന് എൻ്റെ മനസ്സ് പറയും. അപ്പോൾ ആ 45 ലക്ഷം രൂപ അദ്ദേഹം കൊണ്ട് കൊടുത്തു. ബാങ്കിലെ പലിശ കൊടുത്തതോടെ ബാങ്കുകാരുടെ ശല്യവും തീർന്നു. ഒന്ന് കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ. ഇതാണ് ദൈവം ഇടപെടുന്ന വഴി. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് തിരിച്ചറിയാം. അപ്പോൾ ദൈവം നമ്മുടെ ഏതെല്ലാം തകർച്ചകളിലും ഏതെല്ലാം പരാജയങ്ങളിലും ചിലപ്പം നമ്മുടെ പിടിപ്പുകേട് കൊണ്ട് തന്നെ ഉണ്ടായതാകാം. പക്ഷേ അതിനൊക്കെയുള്ള പ്രതിവിധി കർത്താവിൻ്റെ കൈകളിലുണ്ട്. പലപ്പോഴും നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ ആയിട്ട് പോയിട്ടാണ് പലപ്പോഴും ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെന്ന് ചാടുക. പ്രിയമുള്ളവരെ, നമ്മൾ ഈ 91 സങ്കീർത്തനത്തിൻ്റെ സംരക്ഷണം ആവശ്യമുണ്ടെങ്കിൽ ദൈവത്തോട് ആദ്യം ആലോചന ചോദിക്കണം. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. ദൈവത്തോട് ആലോചന ചോദിച്ചതിന് ശേഷം ദൈവം ഓക്കെ എന്ന് പറയും. അതിന് സംശയമൊന്നും വേണ്ട കേട്ടോ. അത് നമുക്ക് കർത്താവ് കൃത്യമായിട്ട് വെളിപ്പെടുത്തി തരും. അല്ലെങ്കിൽ നമ്മളൊരു പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ മാത്രമായിരിക്കും. മനസ്സിലായല്ലോ? ഒരു വിധത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ തടസ്സങ്ങൾ ഉണ്ടാകും. എന്നാലും മനസ്സിലാക്കിക്കോണം, ഇത് എനിക്കുള്ള വഴിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ നന്നായിട്ട് തിരിച്ചറിയണം. അപ്പോൾ പിന്നെ നമ്മൾ വാശി പിടിച്ച് ആ വഴിയെ പോയി കഴിഞ്ഞാൽ പണി 8ൻ്റെ പണി അല്ല 16ൻ്റെ പണി വരെ കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ ഈ 91 സങ്കീർത്തനത്തെ ആസ്പദമാക്കി ധ്യാനിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ്. ഇനി അടുത്തത് പരിശുദ്ധ അമ്മയുടെയും സ്വർഗീയ വിശുദ്ധരുടെയും വലിയൊരു കൂട്ടായ്മയിലാണ് നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവർ, അതൊരു വലിയൊരു സത്യമാണ്, വലിയൊരു അനുഭവമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും സ്വർഗീയ ദൂതഗണങ്ങളും പലപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞ പുത്തമ്പറമ്പ് തോമച്ചൻ്റെയൊക്കെ ഒരു കാര്യം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു വലിയൊരു ക്രൈസിസിലൂടെ ഞാൻ കടന്നുപോയ അവസരത്തിൽ ഞാൻ ആദ്യമായിട്ട് ധ്യാനിക്കാൻ പോയത് കൊളുത്തുവയലാണ്. പിന്നീട് അട്ടപ്പാടി ഇവിടെ എല്ലാം ഞാൻ ധ്യാനത്തിന് പോകാൻ തുടങ്ങി. അങ്ങനെ പോയ അവസരത്തിൽ കൗൺസിലിങ്ങിൽ എന്നെ ഒരു സിസ്റ്ററാണ് കൗൺസിൽ ചെയ്തത്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു വല്യപ്പച്ചനുണ്ട്, പക്ഷേ മുണ്ടാ ഉടുത്തേക്കുന്നത്. പക്ഷേ മുണ്ടിൻ്റെ പുറത്ത് കപ്പൂച്ചൻ അച്ഛന്മാരുടെ ഉടുപ്പായിട്ടേക്കുന്നത്. മനസ്സിലായല്ലോ? എന്താണ് ഈ അപ്പച്ചൻ മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്, പക്ഷേ മുണ്ടിൻ്റെ മുകളിലിട്ടിരിക്കുന്നത് കപ്പൂച്ചൻ അച്ഛന്മാരുടെ ഉടുപ്പാണ്. അതെങ്ങനെ അച്ഛൻ വരുന്നതെന്ന് ചോദിച്ചു. പെട്ടെന്ന് എനിക്ക് ആളെ മനസ്സിലായി. ഞാൻ പറഞ്ഞു, പുത്തമ്പറമ്പ് തൊമ്മച്ചൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയമുള്ളവർ, ഇതൊരു സത്യമാണ്, എൻ്റെ ഒരു അനുഭവമാണ്, വ്യക്തിപരമായി ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എടത്വാക്കാരൻ വൈദികനായതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രത്യേക സംരക്ഷണം പുത്തുപ്പറമ്പിൽ തമ്മിച്ചെന്നതുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ആ ഒരു പ്രത്യേക മമത എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ പാലിക്കാറുമുണ്ട്. അദ്ദേഹം പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ വല്ലപ്പോഴുമൊക്കെ ഒന്ന് പോയിരുന്ന് കുറച്ച് സമയം ദീർഘമായ മണിക്കൂറുകൾ പ്രാർത്ഥന ചെലവഴിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതൊരു വലിയ അഭിഷേകമായിട്ട് സംരക്ഷണമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. ഹല്ലേലൂയ. പുത്തമ്പറമ്പ് തമ്മച്ചനെ സഭയിൽ വിശുദ്ധനായിട്ട് എട്ടരയിൽ വിളിക്കപ്പെടാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെയും വിശുദ്ധരുടെയും സാന്നിധ്യം, അത് പ്രിയമുള്ളവരെ, അത് വലിയൊരു ഭാഗ്യമാണ്. ഒരു പക്ഷേ ഇന്ന് നമ്മൾ ക്രൈസ്തവ സഭകളിൽ തന്നെ വിശുദ്ധരെയും ഒക്കെ അനാദരിക്കുന്ന, പരിശുദ്ധ അമ്മയോട് ആദരവില്ലാതെ സംസാരിക്കുന്ന ആളുകളൊക്കെ ധാരാളമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ നമ്മൾ യൂട്യൂബ് ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കത്തോലിക്ക സഭ പഠിപ്പിച്ചൊക്കെ തെറ്റായിരുന്നു, ഇപ്പം ഞങ്ങൾ പറഞ്ഞൊക്കെ ശരിയായില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും അർമാദിക്കുന്നൊരു സമയമാണ്. സാത്താനും അർമാദിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ. പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ട് എൻ്റെ അനുഭവത്തിന് വിളിച്ചത് പറയുകയാണ്, സഭ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സഭ ഇച്ചിലൂടെ ആധികാരികമായിട്ട് പറഞ്ഞത്. കാരണം നമ്മൾ കൗൺസിലിലെ ഹിസ്റ്ററികളൊക്കെ പിന്നെ സൂനകദോസുകൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് തിയോടോക്കോസ്, ക്രിസ്റ്റോടോക്കോസ് എന്നൊക്കെ പറഞ്ഞുള്ള വലിയ പദപ്രയോഗങ്ങളുണ്ട്. അതായത് മിശിഹായുടെ മാതാവാണ് പരിശുദ്ധ അമ്മ. അതായത് തൃത്വിക ദൈവത്തിൻ്റെ അമ്മ ഒരിക്കലും ആവില്ല. അത് വ്യക്തമായി നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സഭ അതെന്തും പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചില പദങ്ങളിലുള്ള ചില കോൺട്രഡിക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്ന അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്, അല്ലേ? നമുക്ക് പരിശുദ്ധം പറയും, നന്മ നിറഞ്ഞ മറിയമേ ഒന്ന് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു, അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ അതിനകത്ത് തെറ്റുമെല്ലാം പറഞ്ഞു. തമ്പുരാൻ്റെ അമ്മയെന്നാണ് പറഞ്ഞു. തമ്പുരാൻ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന ആരാ? ഈശോയെ. ഈശോയുടെ അമ്മയെന്ന് തന്നെ നമ്മൾ പറഞ്ഞത്, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല. ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ചൊല്ലിയ കൊന്തയിലും തെറ്റൊന്നും വന്നിട്ടില്ല. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ അമ്മയുമായിട്ടുള്ള സാന്നിധ്യം അത് പറയുമ്പോൾ ഒരു ചെറിയൊരു സംഭവം എനിക്ക് പറയണമെന്ന് എൻ്റെ മനസ്സിങ്ങനെ ശക്തമായിട്ട് തോന്നിപ്പിക്കുകയാണ്. ഞാൻ വൈദികനായിട്ട് 35 വർഷം കഴിഞ്ഞു കേട്ടോ, കിളവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾ വടവാതൂർ സെമിനാരിയിലാണ് ഞങ്ങൾ ഫിലോസഫി തിയോളജി പഠിച്ചത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഡിക്കൻസ് ആയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ ടൂറുണ്ട്. ഓൾ ഇന്ത്യ, അപ്പോൾ ഇന്ത്യ മുഴുവൻ ഒന്ന് കാണാൻ വേണ്ടി സെമിനാരിൽ ഞങ്ങൾ എല്ലാവരുടെ അവസാനം അയക്കും. അപ്പോൾ അങ്ങനെ ആ ടൂറിന് വേണ്ടി പോയതാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഡൽഹി വരെയുള്ള ചിലവ് സെമിനാരിയുടേതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് അവിടുന്ന് പല സ്ഥലങ്ങളിലേക്ക് പോകാം, അതായത് അപ്പന ചിലവിൽ. അങ്ങനെ ഞങ്ങൾ പോയ ഒരു അനുഭവം ഓർക്കുകയാണ്. അപ്പം നമുക്കറിയാം, ഈ ത്രിവേണി സംഗമം എന്ന് പറയുന്ന, അറിയാമല്ലോ, അലഹബാദിൽ ത്രിവേണി സംഗമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയൊന്നും പോയതല്ല. നമ്മളവിടെ ടൂറിന് പോയ കൂട്ടത്തിൽ നമ്മളവിടെ ബോട്ടിൽ ചെല്ലുന്നു. നടുക്ക് ഒരു ആഴം കുറവുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് ആളുകൾ ഇറങ്ങുക. അപ്പോൾ അവിടെ ഇറങ്ങി ഇങ്ങനെ ആളുകൾ സ്നാനം ചെയ്യുന്നു. അതാണ് അവിടുത്തെ രീതി, കെട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ അതിനുശേഷം പെട്ടെന്ന് എല്ലാവരും തിരിച്ചു പോരാൻ നേരത്തും ഞങ്ങൾ 6 പേരുണ്ട്. 6 പേര് ഞാൻ പറഞ്ഞു, ഞാനൊരു കുട്ടനാട്ടുകാരനാണ്, ഞാൻ പറഞ്ഞു ഇത് വലിയ നദികൾ ചേരുന്നതാണ്. മനസ്സിലായി? 3 നദി ഉണ്ടെന്നാണ് പറയുക, നമ്മുടെ കാഴ്ച 2 ഉള്ളൂ. അപ്പോൾ ഈ 2 നദികൾ ചേരുന്നത് കൊണ്ട് ചിലപ്പോൾ ചുഴികളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചുഴികളുണ്ടാകുന്ന സ്ഥലത്ത് ചിലപ്പം മണ്ണ് ആഴത്തിൽ കുഴിഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, നീന്തലുള്ളവർ മാത്രമേ ഇറങ്ങാവുള്ളൂ. എല്ലാ ശമാശന്മാരും പറഞ്ഞു ഞങ്ങൾക്കൊക്കെ നീന്തലറിയാം. കാരണം ഈ കുറ്റിയെ പിടിച്ചു കിടന്ന ആളും പറഞ്ഞ തന്നെ എനിക്ക് നീന്തലറിയാമെന്നാണ് പറയുന്നത്, മനസ്സിലായല്ലോ? കുറ്റിയെ പിടിച്ചുകൊണ്ട് കൈയും കാലോട്ട് അടിക്കുക നമ്മൾ കണ്ടിട്ടില്ലേ, കൊച്ചു പിള്ളേരൊക്കെ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം നീന്തലറിയാമെന്ന് പറഞ്ഞ് ഇറങ്ങി ഞങ്ങൾ നടന്ന് കുറച്ച് ദൂരം പോയി. അതിനുശേഷം ഇങ്ങനെ തിരിച്ച് വരികയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഞങ്ങൾ കാണുന്ന മത്സരിച്ചാണ് എല്ലാവരും നീന്തുന്നത്. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരന് ഒരു ഇരിഞ്ഞാലക്കുടക്കാരൻ, തൃശ്ശൂർ പതക്കാരൻ അച്ഛനുണ്ട്. ഞങ്ങൾ 2 പേരും 1-2 സ്ഥാനത്തെത്തി. സമ്മാനം എന്നാണ് ഐസ്ക്രീം, ഇത്രയേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ആ സമയത്ത് സംഭവിച്ചൊരു കാര്യം എന്താണ്, പുറകോട്ട് നോക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 3-4 പേരെ കാണാനില്ല. അപ്പം അതിനുശേഷം പിന്നീട് കാണുന്നൊരു കാഴ്ച ഇതാണ്. അതായത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ച്, ബാബുച്ച എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തിരിച്ച് ആ സ്ഥലത്തേക്ക് നീന്തുകയാണ്. അപ്പോൾ കാണുന്നൊരു കാഴ്ച ഇതാണ്. അപ്പോൾ ഒരു കൈ ഇങ്ങനെ കൈ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഒരു കൈ ഇങ്ങനെ 1, 2, 3 പ്രാവശ്യം. പിന്നെ നമുക്കറിയാം, പിന്നെ അദ്ദേഹം അങ്ങ് താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നു. എന്തായാലും ഞാൻ കണ്ണുമടച്ച് ആ വെള്ളത്തോട്ട് അങ്ങ് ചാടി.
അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ എൻ്റെ കൈ പിടിച്ചു. ഞാൻ പിന്നെ സിനിമയിലെ കാണുന്ന പോലെ ജിംനാസ്റ്റിക് സ്റ്റൈൽ വെള്ളത്തിലടിയിലാകുമ്പോൾ പിന്നെ നമുക്ക് വെയിറ്റൊക്കെ താങ്ങും. അപ്പോൾ ഞാനിങ്ങനെ പൊക്കി അങ്ങ് പിടിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൂട്ടുകാർക്ക് പിടുത്തം കിട്ടി, അവർ വലിച്ച് കരക്കയറ്റി. അപ്പോൾ അദ്ദേഹം വന്ന് വൈകുന്നേരം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ അവസരത്തിൽ അദ്ദേഹം ഷെയർ ചെയ്തൊരു ചെറിയൊരു കാര്യം മാത്രമാണ്. ഞാൻ ചോദിച്ചു, ഷാജു എന്നാണ്, അച്ഛൻ്റെ എപ്പോഴാണ് എനിക്ക് പിടുത്തം കിട്ടിയെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ശരിക്കും മരിക്കാൻ ഒരുങ്ങിയത്. അപ്പോൾ അദ്ദേഹം വലിയൊരു മാതൃഭക്തനായിരുന്നു. ഞാനന്ന് അത്രയും വലിയ മാതൃഭക്തനൊന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: നന്മ നിറഞ്ഞ മറിയമേ ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് പറയുന്ന ആ സമയത്താണ് ടോംസനെ പിടിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതൊരു സത്യമാണ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്യം അപ്പം അതിനുശേഷമാണ് ഞാൻ കൂടുതലായിട്ട് അനുഭവിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാതാവിനോട് ഞങ്ങൾ കൊടുക്കുന്ന സെമിനാരി പരിശീലനത്തിലൊക്കെ അധിക ബൗദ്ധികമായ തലങ്ങളുടെ അമിത പ്രാധാന്യമുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ചില ഒരു വൈകാരിക തലത്തിൽ അമ്മയെ അനുഭവിക്കാൻ പറ്റാതെ പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. ഇത് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്: ഈ പരിശുദ്ധ അമ്മ ഇന്നും ജീവിക്കുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥവും സാന്നിധ്യവും നമ്മൾ അനുദിനം അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു ബോധ്യം, ഈ ഒരു അനുഭവ തലത്തിലേക്ക് നമ്മൾ ഉയരണം. അപ്പം അതിനുവേണ്ടി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളൊക്കെയും നമ്മൾ സമയം കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സങ്കേതം എന്ന് പറയുന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന മറ്റൊരു കാര്യമാണ് വൈദികരുടെയും സന്യസ്തരുടെയും സഭയിലുള്ള സാന്നിധ്യം. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, ഏത് മതത്തിലുണ്ട് ഈ സംവിധാനം? നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടവക പള്ളിയിൽ വിചാരിച്ചിട്ടെടുത്ത് പോവാം. ശരിയാണോ? മറുപടി പറയണേ. ഉണ്ടോ? നിങ്ങളുടെ വിചാരിച്ചെടുത്തിയല്ല, നിങ്ങൾ പറയാറില്ല എന്നുള്ളതാണ് നിങ്ങളുടെ കുഴപ്പം. മനസ്സിലായല്ലോ? നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏത് നിമിഷവും സമീപിക്കാവുന്ന വൈദികരുണ്ട്, സമർപ്പിതരുണ്ട് നിങ്ങളുടെ ഇടവകയ്ക്കുള്ളിൽ തന്നെ. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ കത്തോലിക്ക തിരുസഭ നൽകുന്ന വലിയൊരു സംരക്ഷണം. അതേസമയം ഇത്രയും ക്വാളിഫൈഡ് ട്രെയിൻഡ് ആയിട്ടുള്ള വൈദികരോ സന്യസ്തരോ വേറെ ഏതെങ്കിലും മതത്തിലുണ്ടോ? ചിന്തിക്കണം. അപ്പോൾ ഇത്രയും വലിയൊരു സംരക്ഷണ വലയമാണ് ഈ ഒരു വൃന്ദത്തിലൂടെ കർത്താവ് സഭയിലൂടെ നമുക്ക് നൽകുന്നത്. എന്തൊരു ശരി, അച്ഛന്മാർക്ക് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സമർപ്പിതർക്കും കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇങ്ങനെ വലിയൊരു സംവിധാനത്തെ കർത്താവ് തിരുസഭയിൽ ഒരുക്കി നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം വൈദികർക്ക് വേണ്ടി, നമുക്ക് സന്യസ്തർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ പ്രതിസന്ധികളോടെ കടന്നു പോകുന്ന ധാരാളം വൈദികരുണ്ട്. അവരെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരിദ്രഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇനി അതുകൂടാതെ നമ്മുടെ സഭയിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അത്ഭുതമെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ നിത്യാരാധന ചാപ്പലുകളാണ്. എൻ്റെ സെൻറ്ററിൽ എപ്പോഴും വിശുദ്ധ കുർബാന വിളിച്ച് വെച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ആ സാന്നിധ്യം നമ്മൾ എപ്പോഴും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പ്രിയമുള്ളവർ, നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നമ്മൾക്കൊക്കെ ഒരു വിഷമമോ വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഒരുപക്ഷെ നമ്മുടെ ഈ ധ്യാന മേഖലയിലൂടെയുള്ള ഒരു നവീകരണ ശൈലിയിലൂടെ വന്നതിൻ്റെ പരിണിത ഫലമായിട്ട് നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ ധാരാളമായിട്ട് കൂടിയിട്ടുണ്ട്, അല്ലേ? നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളൊന്ന് കരമുയർത്തിക്കേ. ഹല്ലേലൂയ, ശക്തമായിട്ട് ഹല്ലേലൂയ. പോരാ എന്ന് ഞാൻ പറയും. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറയുകയാണ്, കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും. മനസ്സിലായല്ലോ? നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോൾ കർത്തൃസന്നിധിയിൽ ഇരുന്നു കൊണ്ട്, വിശുദ്ധ കുർബാന മുമ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ വേദനകളൊന്ന് പങ്കുവെച്ചേ. കർത്താവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ഇന്നലെ ഞങ്ങൾ ഡെലിവറൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു വീട്ടിൽ പോയപ്പോൾ ആ ചേച്ചി പറഞ്ഞ ഒരു അനുഭവം എന്നെ പെട്ടെന്ന് തന്നെ ഓർമ്മയിലേക്ക് വരികയാണ്. അതായത് ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, നമ്മുടെ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തങ്ങൾ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഇവരുടെ വീട് നല്ല മനോഹരമായൊരു ഭവനം പണിതു, പക്ഷേ അവിടെ വെള്ളമില്ല.
ഒരു കുന്നിൻ ചെരുവ് പോലുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള വീട്ടിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അതായത് മഴക്കാലത്തും ഏത് വേനലായാലും ഒരിക്കലും പറ്റാത്ത ഒരു കിണർ. അപ്പോൾ ഇങ്ങനെ ഇവിടെ കിണർ വെള്ളം പറ്റിയപ്പോൾ ഈ ചേച്ചി ഒരു 2-3 ബക്കറ്റുമായിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി താഴത്തെ വീട്ടിൽ ചെന്നു. അപ്പോൾ ആ ചേച്ചിയെ ശരിക്കും ഈ അവിടെ ഉണ്ടായ ഒരു ചെറുപ്പക്കാരനായിരുന്ന ഒരു യുവാവുണ്ടായിരുന്നു. അദ്ദേഹം ഈ ചേച്ചിയെ ശരിക്കും അങ്ങ് ഇൻസൾട്ട് ചെയ്തു. അവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, ഒരു കുഴപ്പമില്ലാത്തതാണ്, ധാരാളം ആളുകൾക്ക് എടുത്തുകൊണ്ട് പോകാൻ മാത്രമുള്ള വെള്ളം അവിടെയുണ്ട്. അപ്പോൾ ഈ ചേച്ചി അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്ക് നാണമില്ല ഇവിടെ വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അതുപോലെ അങ്ങ് ഇൻസൾട്ട് ചെയ്തു. അപ്പോൾ അതിനുശേഷം പിന്നീട് സംഭവിച്ചൊരു കാര്യം ഇതാണ്. ഞാൻ ആ ചേച്ചി ഇന്നലെ ഷെയർ ചെയ്തതാണ്, ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സാക്ഷ്യമാണ്. എന്നിട്ട് ഈ ചേച്ചി വീട്ടിലേക്ക് വന്നിട്ട് ഇവരുടെ ആ പറ്റി കിടക്കുന്ന ഉണങ്ങിക്കിടക്കുന്ന താഴെ എല്ലാം പാറയാണ്. അപ്പോൾ ഈ പാറയിലോട്ട് നോക്കിക്കൊണ്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഞാൻ ഇത്രയും അധികം അപമാനിക്കപ്പെട്ട ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ചേച്ചിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വീഴുകയാണ്. എനിക്ക് കൂടം കൊണ്ടടിക്കാൻ എൻ്റെ ചുറ്റുകയോ ഒന്നുമില്ല, പക്ഷേ എൻ്റെ കണ്ണുനീർ തുള്ളികളെ ഈ പാറ പൊട്ടിക്കാനും ഇവിടെ നിന്ന് ജനം നൽകുവാനുമായിട്ട് ഈ കണ്ണീർ തുള്ളികളെ ഞാൻ തരുന്നു എന്ന് പറഞ്ഞ് ആ ചേച്ചി പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അന്ന് രാത്രി ആ വീട്ടിൽ വലിയൊരു അത്ഭുതം നടന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, പാറ പൊട്ടിയോ എന്നൊന്നും ആർക്കും അറിയാൻ പാടില്ല. അന്ന് ചേച്ചി സ്വപ്നം കാണുന്നത് ഒരു ഭയങ്കരമായ മഴയാണ്. അപ്പോൾ ഈ മഴയിൽ പിറ്റേ ദിവസം രാവിലെ ഈ ചേച്ചി ചെല്ലുമ്പോൾ ഇവരുടെ കിണറിൻ്റെ പകുതിയോളം വെള്ളമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തൻ്റെ കണ്ണുനീർ തുള്ളികളെ ആ പാറ കിണറ്റിലേക്ക് ഒഴുക്കി കഴിഞ്ഞപ്പോൾ അവിടെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഇന്ന് വരെ വേനൽക്കാലത്തോ മഴക്കാലത്തോ ആ കിണറിലെ വെള്ളം ഇന്നും പറ്റിയിട്ടില്ല. അപ്പോൾ വേനൽക്കാലത്ത് വണ്ടികളിൽ ആളുകളെ വെള്ളം കൊണ്ടുപോകാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ആ കിണറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞ് ഇടപെടുന്ന ഒരു ദൈവം. അപ്പോൾ ഈ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇത് നമ്മൾ നന്നായിട്ട് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു തലത്തിലേക്ക് ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നമുക്ക് നിത്യാരാധന ചാപ്പൽ അവിടെ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യകത. ഇനി അടുത്തത് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, നിന്റെ സ്നേഹം കർത്താവിലായിരിക്കണം. മനസ്സിലായല്ലോ? സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ നിന്നെ ഞാൻ കേൾക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ രക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തിലൊന്ന് ഒട്ടി നിൽക്കുന്ന ഒരവസ്ഥ നീ ചിന്തിച്ചു നോക്കി, എന്താണ് അത് സൂചിപ്പിക്കുന്നത്? അപ്പോൾ അതാണ് 91 സങ്കീർത്തനം 10 വാക്യം പറയുന്നത്, നീ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഒട്ടി നിൽക്കണം. പ്രിയമുള്ളവരെ, ഇതൊരു റിയാലിറ്റിയാണ്. നമ്മൾ വെറുതെ ഒരു ആലങ്കാരികമായ ഭാഷയിൽ പറഞ്ഞതൊന്നുമല്ല. ഈശോയോട് ഒട്ടി നിൽക്കുന്ന ഈ ഒരു അനുഭവം നമ്മൾ എത്ര പേർക്കുണ്ട്? ചിന്തിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ കർത്താവിനെ ഇന്ന് ഒത്തിരി ദൂരെ നിർത്തിയിട്ടാണ് നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നത്. അതേസമയം കർത്താവിനോട് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻറ്റിമസി ഉണ്ടായതിന് ശേഷം നമ്മൾ കർത്താവിനോട് ചോദിക്കുമ്പം, അമ്മയോട് അപ്പനോട് വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ സാഹിത്യഭാഷ വല്ലതും സംസാരിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല. കർത്താവ് അല്ലെങ്കിൽ അമ്മയുടെ തന്നെ പറയുന്നത്, അമ്മ എനിക്ക് വിശക്കുന്നു കേട്ടോ, നല്ല വിശപ്പുണ്ട് എന്നല്ലേ നമ്മൾ പറയുന്നത്. കർത്താവിനതാ ഇഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് ഈ ഭാഷയാണ് ഇഷ്ടം. നമ്മൾ ഈ സാഹിത്യ ഭംഗിയൊക്കെ വെച്ച് കർത്താവിന് ഇങ്ങനെ സോപ്പിടേണ്ട ആവശ്യമൊന്നും കർത്താവിനില്ല. കർത്താവ് ഇച്ചുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഹൃദയം തട്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇതാണ് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. അപ്പം അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈശോയോടുള്ള സ്നേഹത്തിൽ ഒട്ടി നിൽക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ചാണ് 91 സങ്കീർത്തനത്തിലെ 10-ാമത്തെ വചനം പറയുന്നത്. അപ്പോൾ ആ വചനം നമുക്കൊന്ന് ഓടിച്ച് കാണാൻ ശ്രമിക്കാം. ഇനിയൊരു 45 മിനിറ്റേ ഉള്ളൂ, സാരമില്ല, നമുക്കുള്ള സമയമെന്ന് പെട്ടെന്ന് കാണാൻ ശ്രമിക്കാം. സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുക. അപ്പോൾ അത് നമുക്കൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പാണ്. ഫിസിക്കൽ റിലേഷൻഷിപ്പ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് മുന്തിരി പള്ളിയും ശാഖകളും. അപ്പോൾ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഈശോയോട് ഞാനാകുന്ന ഈ കാട്ടമുന്തിരിക്ക് ഈശോയാകുന്ന മുന്തിരിപ്പള്ളിയോട് ഞാൻ ഒട്ടി നിൽക്കണം. അതിനോട് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യപ്പെടണം. അപ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എനിക്ക് ആവശ്യമുള്ള വെള്ളവും വളവും എല്ലാം ഞാൻ വലിച്ചെടുക്കുന്നത് ഈശോയാകുന്ന ആ തായ്തടിയിൽ നിന്നുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇങ്ങനൊരു ബന്ധം കർത്താവ് സ്ഥാപിച്ചിട്ടുണ്ട്. എങ്ങനെയാ നമ്മളുമായി ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഈശോ ഉണ്ടാക്കിയെടുത്തു. എങ്ങനെയാണ്? ചിന്തിച്ചു. മാമോദീസായിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട് നമുക്ക് കർത്താവുമായിട്ട്. അപ്പോൾ കർത്താവിൻ്റെ ശരീരവുമായിട്ട് നമ്മളെ കൂട്ടിച്ചേർക്കപ്പെട്ടത് മാമോദീസ എന്ന കൂദാശയിലൂടെയാണ്. അതുകൊണ്ട് ഇതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ്
നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഒരു ഇമോഷണൽ ലെവലാണ്, അല്ലെങ്കിൽ പാരസ്പര്യം, അല്ലെങ്കിൽ ബന്ധങ്ങളുടെ കാലങ്ങളിലാണ്. ഇന്നൊരു പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിലും എല്ലായിടത്തും കാണുന്നൊരു പ്രശ്നമാണ് ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ, ഏകാന്തത. അതായത് ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്ന ഭാര്യമാർ, അല്ലെങ്കിൽ ഭാര്യമാരിൽ നിന്ന് പരിഗണന കിട്ടുന്നില്ല എന്ന് പറയുന്ന ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് നിന്നും വേണ്ട സ്നേഹം കിട്ടുന്നില്ല എന്ന് പറയുന്ന മക്കൾ. ഇതൊക്കെ നമ്മുടെ വീടുകളിലെ കാര്യമാണ് അല്ലേ, ഞാൻ വേറത്തെ കാര്യം എന്നല്ല പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലൈനിങ് നേച്ചർ, അപ്പോൾ ഇത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കൂടിക്കൂടി വരികയാണ്. ഒരുപക്ഷെ പഴയ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെക്കാളൊക്കെ എണ്ണം ഇന്ന് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. നാഗപ്പാടെ ഒന്നും ഒറ്റയൊക്കെ ഉള്ളൂ, ചില വീടുകളിൽ 2 അല്ലേ, 3 എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3ാമത്തെ കുഞ്ഞിനെ മുതൽ, അതുകൊണ്ട് അഭിമന്യ പിതാക്കന്മാർ ഞങ്ങളുടെ രൂപത്തിലൊക്കെ അങ്ങനെയാണ്, നിങ്ങളുടെ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. പിതാക്കന്മാർ തന്നെ വന്ന് കൊച്ചുങ്ങളെ മാമോദിസ മുക്കുന്ന ഒരു ശൈലി തുടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവർ, അത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലെ, ഇപ്പം നമുക്കറിയാം കേരളത്തിലുള്ള കുടുംബങ്ങളുടെയൊക്കെ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ കേരളത്തിലുടനീളം യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങൾ, ദിവസവും യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ അവിടെയെല്ലാം കാണുന്ന കാര്യം ഇതാണ്, നമ്മുടെ ഒത്തിരിയേറെ കുടുംബങ്ങളിലെയും മാതാപിതാക്കൾ മാത്രമേ വീട്ടിലുള്ളൂ. മക്കളെല്ലാം പഠിക്കാൻ വേണ്ടി വിദേശത്ത് പോയി, അപ്പോൾ അവർക്ക് അവിടെ ജോലി കിട്ടി, പിന്നെ അവിടെ കല്യാണം കഴിച്ച് അവരവിടെ തന്നെ സെറ്റിലുമായി. ചുരുക്കം പറഞ്ഞാൽ ഇന്ന് പാറേപ്പള്ളിയിൽ എൻ്റെ കൂട്ടുകാരാണ് വിചാരിച്ചത്, അച്ഛൻ പറഞ്ഞതാണ്, പണ്ട് 1000 പിള്ളേരൊക്കെയാണ്, അച്ഛനെ ഇവിടെ 5-8 വർഷമായി, 10-12 വർഷമായി പള്ളി പണിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ തന്നെയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞതാണ്, 1000-1200 പിള്ളേർ പഠിച്ചിരുന്ന സൺഡേ സ്കൂളിൽ ഇന്ന് 300 പേരേ ഉള്ളൂ. 300. മനസ്സിലായില്ലേ? എന്തുമാത്രം നമ്പർ കുറഞ്ഞു നോക്കണം. ബാക്കിയുള്ളതൊക്കെ വിദേശത്ത് പോയി അവിടെ സെറ്റിലായി അവിടെ മക്കൾ ഉണ്ടാകുന്നുണ്ടാകാം. എന്തുമായിക്കൊള്ളട്ടെ, ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ കളവനും കളവിയും മാത്രമേ കാണുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ, നിങ്ങളെ പെട്ടെന്നൊരു ആശുപത്രി കൊണ്ടുപോകാൻ സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്നാ എടുക്കും? ഇതൊരു വലിയ പ്രശ്നമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, മാതാപിതാക്കളെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ദൈവിക അപ്പോൾ നമ്മൾ ആ ദൈവികമായിട്ടുള്ള ബന്ധത്തിൻ്റെ തലങ്ങളിലാണ് ഏകാന്തത. ഇപ്പോൾ കൊച്ചു പിള്ളേരുടെ ഇടയിലൊക്കെ ഇപ്പോൾ ഭയങ്കര, അവർ പറയുന്നത് ഡിപ്രഷനാണ്. അവർ പിള്ളേർക്ക് ഉടനെ തന്നെ ഇപ്പോൾ വാക്കുകളെല്ലാം നന്നായിട്ട് അറിയാം. അവർ പറയുന്നത് ഡിപ്രഷനാണ്. ഏതാ നഴ്സറി പഠിക്കുന്ന കൊച്ചും പറയുന്നത് എന്നാ ഡിപ്രഷനാണെന്നാണ് പറയുന്നത്. കാര്യം എന്നാ, വീട്ടിൽ കൊച്ചിന് കളിക്കാനും ചിരിക്കാനും ഒന്ന് അനങ്ങാൻ പോലും ആരുമില്ല, സംസാരിക്കാൻ ആരുമില്ല. ഇന്ന് കുഞ്ഞുങ്ങളുടെ ഇടയിൽ സംസാരശേഷി കുറഞ്ഞു വരുന്നതാണ് പുതിയൊരു സ്റ്റഡി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിള്ളേർക്ക് സംസാരിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരുന്നു. ഇതൊക്കെ പ്രശ്നങ്ങളാണ്, നമ്മുടെ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പനൊരു സമയത്ത് ജോലിക്ക് പോകും, അമ്മ വേറെ സമയത്ത് ജോലിക്ക് പോകും, അപ്പനും അമ്മയും കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന അവസരം കുറവ്. ചുരുക്കം പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വായിൽ വൊക്കാബുലറി ഇല്ലാതെ ആയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളമോ ഏത് ഭാഷയുമായിക്കളുടെ വാക്കുകളില്ലാത്തത് കൊണ്ട് ആശയവിനിമയം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വീട്ടിൽ തന്നെ ഇല്ലാതെ വരുന്നത് കൊണ്ട് ഈ ഏകാന്തത അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഇന്ന് കൂടി വരുന്നു. ഇങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഡിപ്രഷൻ പോലെയുള്ള മാനസിക വൈകല്യങ്ങളിലേക്ക് വീഴാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികളാണ് പലപ്പോഴും സ്കൂളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഭയങ്കര ചങ്ങാത്ത. ഇപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കാം, നമ്മുടെ സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് 10 മിനിറ്റ് പോലും ആയില്ല, ഉടനെ തന്നെ ഫോൺ എടുക്കുന്നു, വിളിക്കുന്നു. ഇല്ലേ, സംഭവിക്കുന്ന കാര്യമല്ലേ ഇതേ നമ്മുടെയൊക്കെ വീടുകളിൽ? പിള്ളേർ ഉടനെ ഫോൺ എടുക്കുന്നു, വിളിക്കുന്നു, കൂട്ടുകാരിയായിട്ട് പിന്നെ മണിക്കൂർ സംസാരമാണ്. ഏതാ സ്കൂളിൽ നിന്ന് പോന്നിട്ട് ആപ്പാടെ ഇത്ര നേരമേ ഉള്ളൂ, ഇവർ കുളിച്ചൊന്ന് ഡ്രസ്സ് മാറിയ നേരമേ ആയിട്ടുള്ളൂ. പിന്നെ ഇതിന് മാത്രം എന്നാ വിശേഷം പറയാനിരിക്കുന്നത്? ചുരുക്കം പറഞ്ഞാൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഏകാന്തത ഒരു മാനസിക പിരിമുറുക്കം നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്നുള്ളത് പ്രിയമുള്ള മാതാപിതാക്കളെ തിരിച്ചറിയാം. അപ്പം അതുകൊണ്ട് ദൈവം നൽകിയ കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുക. എനിക്കൊരു ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലുമായിട്ട് ബന്ധപ്പെട്ട ചില കുടുംബങ്ങൾ, 10 മക്കളുള്ള ഒരു കുടുംബത്തിൽ പോയി ഞാനൊരു ചെറിയ ഇൻ്റർവ്യൂ ഒക്കെ ഷൂട്ട് ചെയ്തായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ തമ്മിലുള്ള സ്നേഹവും കരുതലും ഒരു രസമാണ്, ഒരു വലിയൊരു ഉത്സവ പ്രതീതിയാണ്. ഇപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഞങ്ങൾ അരഡസനുണ്ടായിരുന്നു. അന്ന് ഇടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ അച്ഛനായതൊക്കെ. എൻ്റെ ഇളയ പെങ്ങൾ കന്യാസ്വരൊക്കെ ആയത്. അപ്പോൾ അതൊരു സുഖമായിരുന്നു അല്ലേ? അങ്ങനെ ഓർക്കുന്നുണ്ടോ നിങ്ങളൊക്കെ?
ഇപ്പോൾ കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്ന വീടുകളിൽ ഉണ്ടായിരുന്ന കാര്യം ശരിയാണ്, വഴക്കും ഇടിയൊക്കെ ഉണ്ടാവുക പോലും അവിടെ ഒരു സ്നേഹമുണ്ടായിരുന്നു. ഇന്ന് സ്നേഹിക്കാൻ അറിയാൻ പാടില്ലാത്ത പിള്ളേരെ വഴി കാണുന്നവരെല്ലാം സ്നേഹിക്കാൻ വേണ്ടി തയ്യാറായി നടക്കുക. അതാണ് ഇന്നത്തെ നമ്മുടെ ന്യൂ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇതിലേക്ക് വഴിതെറ്റി പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ക്രൈസ്തവോചിതമായ പശ്ചാത്തലം നമ്മുടെ കുടുംബത്തിൽ ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ ഇന്ന് ഞങ്ങളൊക്കെ പറയുന്ന ഒരു ട്രെയിനിങ്ങിലൊക്കെ പറയുന്നൊരു RQ എന്ന് പറയും, റിലേഷൻഷിപ്പ് കോഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി? ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള കഴിവ്. ഇപ്പോൾ ഞാൻ ഇന്നലെ കണ്ട ഓസ്ട്രേലിയൻ കൊച്ചിൻ്റെ പ്രശ്നം തന്നെയാണ്. ആ കൊച്ച് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ആരോടും മിണ്ടില്ല, ഏകാന്തമായിട്ടിരിക്കും. അപ്പോൾ ആ കൊച്ചിന് എന്തൊക്കെയോ ഉണ്ടെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ച് അവർ കുറേ ഫീഡ്ബാക്കും റിപ്പോർട്ടുകളൊക്കെ തന്നിട്ടുണ്ട്. അത് ഞാൻ ഇന്നലെ ഒന്ന് വായിച്ച് നോക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ ഗൗരവമായിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം നടക്കേണ്ടത് കുടുംബങ്ങളിലൂടെയാണ്, കുടുംബത്തിൽ നിന്നുമാണ് ഈ പരിശീലനം കുഞ്ഞുങ്ങൾ ആർജിക്കേണ്ടത്. അപ്പോൾ മാതാപിതാക്കളും മക്കളും ഒക്കെ തമ്മിലിരുന്ന് ചർച്ച ചെയ്യുന്ന പഴയ വേദികളും അല്ലെങ്കിൽ ഇച്ചിരി സ്വറ പറഞ്ഞാൽ പോലും ഒക്കെ അതൊക്കെ ചെയ്തിരുന്നൊരു ശൈലി നമ്മുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ ഇന്നത്തെ തലമുറയുടെ മാനസികാരോഗ്യത്തിന് ആവശ്യമാണ് എന്നുകൂടെ നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ അവിടെ കൽപ്പിക്കുന്ന അപ്പനെയൊന്നും അവിടെ വേണ്ട, മനസ്സിലായല്ലോ, കമാൻഡിങ് ഫാദർ. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ അല്പം കൂടെ ഹൃദ്യമായ ഒരു അന്തരീക്ഷം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ കല്യാണം കഴിച്ചാലോ അവർക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ല. ഇനി അവർ കല്യാണം കഴിച്ചാലോ അവിടെ ഈ പറഞ്ഞ അവാർഡ് ഫിലിം പോലെ ഇരിക്കുന്ന അവസ്ഥയാണ്. അത് പിന്നീട് കുടുംബത്തിൻ്റെ സെപ്പറേഷനിലേക്ക് പോകുന്നു. അങ്ങനെ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ധാരാളം കുടുംബങ്ങളെ ഞങ്ങൾ അനുദിനം എന്നോണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ഒരു ബന്ധങ്ങളുടെ മേഖലയിൽ അപ്പോൾ ഒരു പാരസ്പര്യം, നമുക്ക് തമ്മിലൊരു ഈക്വാലിറ്റി ഉണ്ടാവണം. പരസ്പരം ആശയവിനിമയം ചെയ്യുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റൊരു അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. ഇനി അടുത്തൊരു തലമെന്ന് പറയുന്നത് ട്രാൻസ്ഫോം ഇൻറ്റു ട്രിനിറ്റേറിയൻ ഇൻഡ്വെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ത്രിത്വ ദൈവത്തിൻ്റെ ഒരു വാസസ്ഥലമായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ത്രിത്വിക ദൈവത്തിൻ്റെ വാസസ്ഥലമായിട്ട് നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നു. അതാണ് വെളിപാട് പുസ്തകം 3:20 പറയുന്നത്. അപ്പോൾ ഞാൻ വന്ന് മുട്ടി വിളിക്കും, കതക് തുറന്നു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ ഉള്ളിൽ പ്രവേശിക്കും, ഞങ്ങൾ ഒരുമിച്ച് പിന്നീട് ഭക്ഷിക്കുന്നോട് പറയുന്നു. അതിൻ്റെ മറ്റു തലം. അപ്പോൾ ഈ ഒരു ട്രിനിറ്റേറിയൻ ഇൻഡ്വെല്ലിംഗ്, പ്രിയമുള്ളവരെ, ത്രിത്വിക ദൈവം വസിക്കുന്ന കൂടാരമാണ് എൻ്റെ ശരീരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ത്രിത്വിക ദൈവമുള്ളിടത്ത് സ്നേഹമുണ്ട്, ഇല്ലേ? ത്രിത്വിക ദൈവമുള്ളിടത്ത് സ്നേഹമുണ്ട്, കരുതലുണ്ട്, പരിഗണനയുണ്ട്. ഒരാളെ ചവിട്ടി താക്കണമെന്നുള്ള തോന്നലൊന്നും ഉണ്ടാവുകയില്ല. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കും. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ വചനമൊക്കെ നമ്മൾ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിശക്തമായിട്ട് ഉറക്കം വരുന്ന ചില ആളുകളുണ്ട്. ഒന്ന് 3 ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ വായ്ക്കോട്ട വിടുക, അതൊരു സൂചനയാണ് കേട്ടോ, പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ ഉടനെ ഉറക്കം വരിക, വായ്ക്കോട്ട വരിക, ശരിയാണോ? നമുക്കെല്ലാവർക്കും ഉള്ള അല്ലേ? എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോകാനുള്ള തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മാർഗമാണ് വായ്ക്കോട്ട. ഹിപ്പോപ്പൊട്ടാമസ് വാ തുറക്കുന്ന പോലെ തുറക്കാതിരുന്നാൽ മതി. മനസ്സിലായല്ലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളൊക്കെ ചേർത്ത് നമ്മൾ കാണുന്ന ചില കാര്യങ്ങളാണ്. ഇതൊന്ന് മനസ്സിലാക്കി പോയാൽ മതി. അതൊക്കെ എങ്ങനെ നമ്മുടെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ വിടുതൽ നൽകും എന്നുള്ളതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു പാരസ്പര്യത്തിൻ്റെ ബന്ധം ഇനി അടുത്തത് ഒരു ട്രിനിറ്റേറിയൻ ഇൻഡ്വെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രിത്വിക ദൈവത്തിൻ്റെ വാസസ്ഥലമായിട്ട് എൻ്റെ ജീവിതം, എൻ്റെ ശരീരം മാറണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്ന ആലയമാണ് എൻ്റെ ശരീരം, അല്ലേ? അപ്പോൾ ഈ ശരീരം കൊണ്ട് എനിക്ക് കർത്താവിനെതിരെ പാപം ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? നമ്മൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? എൻ്റെ ആലയം അശുദ്ധമാക്കുന്നവനെ, ബാക്കി തന്നെ കർത്താവ് പറഞ്ഞ്, എൻ്റെ ആലയം അശുദ്ധമാക്കുന്നവനെ കർത്താവ് പിടിച്ച് ഉമ്മ വെക്കുമെന്നാണ് പറഞ്ഞത്. എന്നാ പറഞ്ഞ? നശിപ്പിക്കും, നശിപ്പിക്കും. ഇപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ചെറുപ്പക്കാരുടെയൊക്കെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്ന ഒത്തിരിയേറെ വ്യതിചലനങ്ങളുണ്ട്. നമുക്ക് ചിന്തിക്കുന്ന അപ്പുറത്തേക്ക് ഇന്ന് കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോലുള്ള എല്ലാ സാധ്യതകളിലുമുള്ള ഒരു ലോകത്താണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എത്രയും ഓപ്പണായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കരുതുന്നതിനപ്പുറത്താണ് തിന്മകളുടെ ലോകം. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ അവിശ്വസ്തത എന്ന് പറയുന്നത് വലിയൊരു പാപമൊന്നുമല്ല.
മനസ്സിലായല്ലോ? അവിശ്വസ്തത. അപ്പോൾ എൻ്റെ ശരീരം കൊണ്ട് എനിക്ക് ആകർഷണം തോന്നുന്ന ആളുകളുമൊക്കെ ആയിട്ട് പാപം ചെയ്യാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ന്യൂ മീഡിയ അതിലേക്ക് ഒത്തിരി സ്വാധീനമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും ഇടയിൽ കാണുക. അപ്പം അതുകൊണ്ട് അതിൻ്റെ പരിണിത ഫലമായിട്ട് ശാരീരിക വിശുദ്ധി നഷ്ടപ്പെടുന്നു. ശാരീരിക വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് ആത്മീയ മേഖലയിൽ ഉണ്ടാകുന്ന തകർച്ചകൾ മുഴുവൻ ഉണ്ടാകുന്നു. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ കുഞ്ഞിന് ഒരു ടീനേജർ, ആ കൊച്ചിന് പ്രാർത്ഥിക്കാൻ താല്പര്യം കുറയുമ്പോൾ അതൊരു സൂചനയാണ്. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് പ്രാർത്ഥിക്കാൻ താല്പര്യം കുറയുന്നു, അതൊരു ഒന്നാന്തരം തെളിവാണ്. രണ്ടാമത്, ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ വീട്ടിൽ ബൈബിളൊക്കെ വായിപ്പിക്കണം. അത് ചെയ്യുന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ വീട്ടിലെ മുതിർന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കുമ്പോൾ അവർക്ക് ബൈബിൾ വായിക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥാവിശേഷമുണ്ടെങ്കിൽ അതൊരു രണ്ടാമത്തെ തെളിവാണ് ഈ കൊച്ച് ഓൾറെഡി ഡിമോണിക് പൊസഷനിലാണ്. മനസ്സിലാകുന്നുണ്ടോ? പൈശാചിക സ്വാധീനത്തിലാണ് എൻ്റെ മകൾ നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് വചനം വായിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഞാൻ കൊടുക്കുന്ന എക്സർസൈസ് എന്ന് പറയുന്നത്, എല്ലാ ദിവസവും അവരുടെ പഠനമുറിയിൽ ഇരുന്നു കൊണ്ട് ഒരു സങ്കീർത്തനം ക്രമത്തിൽ 1 തൊട്ടൊക്കെ വായിച്ച പോയത്, 1, 2, 3, 4 തീരെ ചെറുതാണ്. ഒരു ദിവസം ഒരു സങ്കീർത്തനം എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ കേൾക്കത്തക്ക അത്രയും ഉച്ചത്തിൽ വായിച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കൂ. അപ്പോൾ ആ ഒരു വചനത്തിൻ്റെ അഭിഷേകം ആ മുറിയിൽ നിലനിൽക്കും. അത് അവർക്ക് ശക്തിയായിട്ട് മാറുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഈ ഒരു തലത്തെക്കുറിച്ചുകൂടി നമ്മളൊന്ന് ചിന്തിക്കണം. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡെലിവറൻസിൻ്റെ മേഖലയിൽ ശുശ്രൂഷിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവരുമായിട്ട് ഒത്തിരി ധാരാളം ഇടപെടുന്നുണ്ട്. ഞാൻ ഒരു സന്തോഷ വാർത്ത കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ഒരു പ്രത്യേകിച്ചും ഒരു ഇസ്ലാമിലേക്കൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടി വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാൻ കാണുന്നൊരു കാര്യം ഇതാണ്, തിന്മയുടെ സാന്നിധ്യം ഇങ്ങനെയുള്ള കുട്ടികളുടെ ഇടയിൽ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് ഡീൽ ചെയ്ത ഒരു പെൺകുട്ടിയുടെ കേസെന്ന് പറയുന്നത് M.Com പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയെ ഞാൻ കണ്ടുമുട്ടിയതിൽ 9ാമത്തെ അച്ഛനാണ് ഞാൻ. ഹല്ലേലൂയ. ആ കൊച്ചിൻ്റെ കയ്യിൽ എണ്ണമൊക്കെ ഉണ്ട്. അതിനു മുമ്പ് ചെന്ന അച്ഛന്മാരെയൊക്കെ ആ കൊച്ച് ആട്ടി ഓടിച്ചതാണ്. കേരളത്തിലെ സകല ധ്യാന കേന്ദ്രങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ എല്ലാം ആ കൊച്ച് അതാത് അച്ഛന്മാരെ തെറി പറഞ്ഞും ഒക്കെ ഓടിച്ച് വിട്ടിട്ടാണ് അവളെ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ആ കൊച്ചിനെ കാണാൻ വേണ്ടി ചെന്ന് ഒത്തിരി വിശദമായിട്ടൊന്നും പറയുന്നില്ല. പിന്നീട് ഈ കുട്ടിയെ ഞങ്ങളുടെ സെൻറ്ററിൽ കൊണ്ടുവന്ന് ഒരു 3 മാസക്കാലം താമസിപ്പിച്ചു. അപ്പം ഞാൻ വെച്ചൊറ്റ ക്ലോസ് ഇത്രയേ ഉള്ളൂ, കാരണം സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാകാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അമ്മയോ അപ്പനോ ആരെങ്കിലും എപ്പോഴും ഈ കുട്ടീൻ്റെ കൂടെ ഉണ്ടാകണം. അങ്ങനെ 3 മാസക്കാലം പ്രിയമുള്ളവരെ ആ കൊച്ചിനെ അവിടെ കൊണ്ട് താമസിപ്പിച്ചു. രജിസ്റ്റർ മാരേജിൻ്റെ ജോയിൻ്റ് ആപ്ലിക്കേഷൻ കൊടുത്തതാണ്. രജിസ്ട്രേഷൻ മുമ്പ് ഇവർ സംഭവം അറിഞ്ഞ് ഈ കൊച്ചിനെ കോളേജിൽ നിന്ന് മാറ്റിയതാണ്. അപ്പം അങ്ങനെയാണ് ആ കൊച്ചിനെ കൊണ്ടുവന്ന് നമ്മുടെ സെൻറ്ററിൽ കൊണ്ടുവന്ന് നിർത്തിയത്. അപ്പോൾ അതിനുശേഷം പിന്നീട് 13 ദിവസം, ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം, 13 ദിവസം ഈ കൊച്ചിനെ ഡെലിവറൻസ് ചെയ്തു. 13 ദിവസം. അപ്പോൾ ഓരോ ദിവസം ഞങ്ങൾ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും എന്നെ ആട്ടുകയും, ഓർക്കണം, എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ കൊടുക്കുന്ന ആഹാരം കഴിച്ചുകൊണ്ട് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന കൊച്ച് എന്നെ ആട്ടുന്നു, തുപ്പുന്നു. നിങ്ങളാണ് സമ്മതിക്കുമോ? മറുപടി പറ, സമ്മതിക്കുമോ? നിങ്ങളുടെ വീട്ടിലെ കെട്ടിയവൻ ഒരു നേരം ഒന്ന് മുഖം മാറി കാണിച്ചതിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ കലാപം മുഴുവൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത്, അല്ലേ? അപ്പോൾ 13 ദിവസം ഇതുപോലെ എന്നോട് പെരുമാറിയ ഒരു കുട്ടിയോട് ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇരുന്നു കൊണ്ട് ആ കൊച്ചിനെ സ്വീകരിച്ചു. 13ാമത്തെ ദിവസത്തെ ഡെലിവറീസ് കഴിഞ്ഞപ്പോഴാണ് ഈ കൊച്ചിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കെട്ട് ഈ കൊച്ചിനെ വിട്ടുപോയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത്, സാത്താൻ നമ്മളെ പ്രകോപിപ്പിക്കും, പക്ഷേ നമ്മൾ പ്രകോപിതർ ആവരുത്. അപ്പോൾ എൻ്റെ മകനിലൂടെയാകാം, എൻ്റെ മകളിലൂടെയാകാം, ജീവിത പങ്കാളിയിലൂടെയാകാം സാത്താൻ പ്രവർത്തിക്കാനും പ്രകോപിപ്പിക്കാനും നോക്കുന്നത്. പ്രകോപിതരാകാമോ? ആകരുത്. സാത്താന് അവസരം കൊടുക്കരുത്. അങ്ങനെ വരുമ്പോൾ ഇവൻ നമ്മളെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരു ദിവസം കർത്താവ് തരും. പ്രിയമുള്ളവരെ, അതിനുശേഷം ആ കൊച്ചാനെ മിടുക്കിയായിട്ട് അവിടെ M.Com പരീക്ഷ പൂർത്തിയാക്കി അവളെ വിദേശത്ത് പോയി ജോലി ചെയ്തു. അപ്പോൾ അടുത്ത മാസം ജനുവരി മാസത്തിൽ ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ആ കൊച്ചിൻ്റെ കല്യാണം കത്തോലിക്ക പള്ളിയിൽ വെച്ച് ഒരു കത്തോലിക്ക കുടുംബത്തിലെ ഒരു പയ്യനുമായിട്ട് നടത്താനുള്ള എല്ലാ ക്രമീകരണവും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തുകയാണ്. അപ്പോൾ ഇതിനകത്ത് സൂചന ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കടന്നു പോകുന്ന വഴിയിലൂടെ ഒത്തിരിയേറെ തിന്മകളുടെ സ്വാധീനം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ കുട്ടികളുടെ ഇടയിൽ കടന്നു വരുന്നുണ്ട്. അതിൻ്റെ പരിണിത ഫലമായിട്ട് ചിലപ്പോൾ ഉള്ള അന്ധമായ ചില പ്രേമങ്ങൾ
ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇതുപോലെയുള്ള സ്വാധീനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു വന്നത്. അതുകൊണ്ട് പ്രിയമുള്ള മാതാപിതാക്കളെ, കുട്ടികളുടെ കേസുകളൊക്കെ ഇതിനൊരു എക്സെപ്ഷൻ ഒന്നുമില്ല കേട്ടോ, പ്രായത്തിനൊരു വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഏറ്റവും കൈകാര്യം ചെയ്യുന്ന ഒരു കേസ് എന്ന് പറയുന്നത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്. ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ കൊണ്ട് അയൽക്കാരെ അമ്പലത്തിൽ കൊണ്ടുപോയി, കാരണം നല്ല മിടുക്കം കൊച്ചിന്. ആ കൊച്ചിനെ വെച്ചതാണ്. അവർ ഗൾഫിലായിരുന്നു, ദുബായിലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡും വൈഫും നേഴ്സ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ആ കൊച്ചിന് ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അവർ 25 ലക്ഷം രൂപ ഈ കൊച്ചിന് വേണ്ടി മുടക്കിക്കഴിഞ്ഞു. ഈ കൊച്ചിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായതല്ലാതെ കുറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് നമ്മുടെ കൂടെ താമസിച്ച് പ്രാർത്ഥനയോട് കടന്നുപോയി ആ കൊച്ച്. അതിനുശേഷം ആ മിടുക്കനായിട്ട് അവൻ പഠിക്കാനൊക്കെ തുടങ്ങി. ഇപ്പോൾ അമ്മ ജോലിയൊക്കെ രാജിവെച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അമ്മയും വിദേശത്തേക്ക് പോയി വല്യപ്പനും വല്യമ്മയുടെ കുഞ്ഞിനെ നോക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ തിരിച്ചറിയുക. നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമാകുവാൻ നമ്മുടെ സഭാ സംവിധാനങ്ങളെ ശക്തമായിട്ട് നമ്മൾ ആശ്രയിക്കണം. അപ്പോൾ വൈദികരുടെയും സമർപ്പിതരെയും ഒക്കെ ശുശ്രൂഷ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. കുറവുകളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം, പക്ഷേ അത് നമ്മുടെ സഭയുടെ ഭാഗമായി കണ്ടുകൊണ്ട് ഇന്ന് നമ്മളതിനെ ശക്തമായിട്ട് സംരക്ഷിക്കണം. അതുപോലെ തന്നെ ഒരു സമുദായ ബോധം നമുക്കുണ്ടാവണം. ക്രൈസ്തവർ ഇന്ന് ഒത്തിരിയേറെ ഒറ്റപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് ചുറ്റുമുണ്ട്. നൈജീരിയ മാത്രമല്ല, ഇവിടെയും ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ പുലർത്തേണ്ട ഒരു നിതാന്ത ജാഗ്രത, ശ്രദ്ധ നമ്മുടെ മേഖലയിലെല്ലാം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ 99ാം സംഗീതം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഇങ്ങനെയുള്ള ചില വെല്ലുവിളികളുണ്ട്. അപ്പോൾ അതിനെ അതുകൊണ്ട് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എക്ലേസിയൻ അല്ലെങ്കിൽ യുക്രിസ്റ്റിക് കമ്മ്യൂണിയൻ. അപ്പോൾ നമുക്കറിയാം വിശുദ്ധ കുർബാന. അപ്പോൾ ഞങ്ങൾ അവനോടൊപ്പം ആഹാരം കഴിക്കുന്ന ഈശോ പറഞ്ഞു. അപ്പോൾ അതാണ് വിശുദ്ധ കുർബാന അർപ്പണം. അപ്പോൾ നമ്മൾ ആ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ ഒരു എക്ലേസിയൽ ഡൈമെൻഷനിലൂടെ നമ്മുടെ സഭാത്മകമായ മാനം കൂടെ നമ്മുടെ ബന്ധങ്ങൾക്ക് വരികയാണ്. അപ്പോൾ 91ാം സങ്കീർത്തനം വളരെ വ്യാപകമായ അർത്ഥതലങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു. അപ്പോൾ അത് നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം കരങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബം ഇന്ന് കടന്നു പോകുന്ന മേഖലകളിൽ എവിടെയെങ്കിലും ഒരുപക്ഷെ തിന്മയുടെ സ്വാധീനം കൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഒരു സന്തോഷം, സമാധാനം നഷ്ടപ്പെടുന്ന ഏതെങ്കിലും സ്വാധീനങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിരന്തരമായ വഴക്കുകൾ അല്ലെങ്കിൽ സംഘട്ടനങ്ങൾ, അപ്പോൾ പരസ്പരം വിശ്വാസത പുലർത്താൻ പറ്റാതെ പോകുന്ന ചില അനാവശ്യ സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗം നിങ്ങളുടെ മേഖലയിലേക്ക് നമ്മുടെ ജീവിതത്തിന് വഴി പിശക് ഉണ്ടാവുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. നമ്മുടെ മക്കളുടെ മേഖലയിൽ ഇതുപോലെ ഏതെങ്കിലും തടസ്സങ്ങൾ, പഠിച്ചാൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ രോഗപീഠകൾ, വിട്ടുമാറാത്ത രോഗപീഠകൾ, ഇങ്ങനെയുള്ള തിന്മയുടെ ബന്ധനങ്ങൾ നമ്മുടെ ഭവനങ്ങളെ വേട്ടയാടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. നമ്മുടെ സാമ്പത്തിക മേഖലയിൽ തകർച്ചകൾ നമ്മളെ നിരന്തരമായിട്ട് വേട്ടയാടുന്നു. മുമ്പോട്ട് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം കൂപ്പുകുത്തുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ ആ മേഖലകളെ സമർപ്പിക്കാം. ഒരുപക്ഷെ സെപ്പറേഷന് ബാക്കി നിൽക്കുന്ന മക്കളുണ്ടായിരിക്കാം. കർത്താവ് ഇടപെട്ടാൽ തീരാത്ത ഒരു പ്രശ്നവുമില്ല. കർത്താവ് അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റുകയില്ല. കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കാനും പറ്റുകയില്ല. ആ വചനത്തിൻ്റെ അഭിഷേകം കർത്താവെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് നൽകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സാത്താൻ എവിടെയെങ്കിലും കൈവച്ചിട്ടുണ്ടെങ്കിൽ ആ മേഖലകളിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ട് ഇപ്പോൾ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് കർത്താവെ അവയെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. കൃപയൊഴുകട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ദുരത്തിമ്പലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗീയ ദൂതഗണങ്ങളുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്യവും എപ്പോഴും ഇവർക്ക് സംരക്ഷണവും കോട്ടയുമായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.